കേരളീയ സമൂഹത്തിനോട് പൊതുവായി ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. മാപ്പ് ചോദിക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തി ഞാൻ ചെയ്തു. പല പോലീസ് ഓഫീസർമാരുടെയും ഫോൺ കോൾ ഞാൻ ചോർത്തി. അത് ചിലത് ഞാൻ ടെലികാസ്റ്റ് ചെയ്തു. ഇനിയും ഒരുപാട് കോളുകൾ ടെലികാസ്റ്റ് ചെയ്യാനുണ്ട്. ഇങ്ങനെ ചെയ്യേണ്ടി വന്നതിന്റെ ഗതികേട് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യേണ്ടി വന്നതാണ്. ഈ കള്ള ഗ്രൂപ്പിന്റെ, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പക്ക ക്രിമിനൽസിന്റെ, ഈ നാടിനെ സംരക്ഷിക്കാൻ, ജനങ്ങളെ ജീവനും സ്വത്തിനും സംരക്ഷണം, ഈ നാടിന്റെ ആഭ്യന്തര സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വിശ്വസിച്ച് ഗവൺമെന്റ് ഏൽപ്പിച്ച ഉത്തരവാദിത്തപ്പെട്ട ചില ഓഫീസർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യവിരുദ്ധമായ, ദേശവിരുദ്ധമായ, സാമൂഹിക വിരുദ്ധമായ അവരുടെ പ്രവർത്തികൾ ജനങ്ങളെ, സർക്കാരിനെ, എന്റെ പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ ഇതല്ലാത്ത ഒരു മാർഗവും എന്റെ മുമ്പിലില്ലാത്തതുകൊണ്ടാണ് ഈ ഫോൺ കോളുകൾ ചോർത്തി ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട എന്റെ കേരള ജനതയോട് ഞാൻ വീണ്ടും ആ കാര്യത്തിൽ ക്ഷമയോദിക്കുക. ഇപ്പോ നിങ്ങളൊക്കെ പറയപ്പെടുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി, അതുപോലെ തന്നെ ADGP അജിത് കുമാർ, മുഖ്യമന്ത്രി വിശ്വസിച്ച് ഏൽപ്പിച്ച ഉദ്യോഗസ്ഥരാണ്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇവിടെ വിഷയം വരുന്നത് ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏൽപ്പിച്ച വലിയ ദൗത്യം, ഉത്തരവാദിത്വം സത്യസന്ധമായി അവിടെ നിർവഹിക്കപ്പെട്ടുവോ എന്നതാണ് ഇവിടുത്തെ രാഷ്ട്രീയപരമായ എന്റെ പ്രധാന പ്രശ്നം. അതില്ല എന്നതിന് ഒരുപാട് തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പോലീസ് സൂപ്രണ്ട് ശശിധരൻ, നിങ്ങൾക്കറിയാം, നവകേരള സദസ്സ് മലപ്പുറം ജില്ലയിലേക്ക് കടന്നു വന്നു. നവംബർ 29 തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അരീക്കോടായിരുന്നു, രാവിലെ 11 മണിക്ക്. ഉച്ചയ്ക്ക് ശേഷം നിലമ്പൂരിലായിരുന്നു. അരീക്കോട് ഉണ്ടായ ഒരു സംഭവം അന്ന് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അവിടെ ഈ നവകേരള സദസ്സിനെ അലങ്കോലപ്പെടുത്താൻ ചില യൂട്യൂബർമാർ അവിടെ കടന്നു വന്നു. അവർ ചില പ്രശ്നങ്ങളുണ്ടാക്കി. അവിടെ വന്ന ആളുകളുമായി വാക്കേറ്റമുണ്ടായി. ഇതെല്ലാം കണ്ട് നോക്കി നിന്ന പോലീസ് അപ്പുറത്തുണ്ട്. പോലീസ് ആ വിഷയത്തിൽ ഇടപെട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന സഖാക്കൾ ആ വിഷയത്തിൽ ഇടപെട്ടു. അവരെ ബലമായിട്ട് അവിടുന്ന് മാറ്റി. ആ സദസ്സിനെ, ആയിരക്കണക്ക് 10,000-ഓളം ആളുകൾ പങ്കെടുത്ത ആ സദസ്സിനെ അലങ്കോലപ്പെടുത്താൻ മുൻകൂട്ടി ഗൂഢാലോചന നടത്തി വന്നവരാണ് ഇവർ. പോലീസ് അനങ്ങിയില്ല. അങ്ങനെ ഈ വിഷയം പിറ്റേ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട്, പിറ്റേ ദിവസം അദ്ദേഹം 30-ാം തീയതിയാണ്, നവംബർ 30. 1-ാം തീയതി അദ്ദേഹത്തെ രാവിലെ സദസ്സ് നടക്കുന്ന, നവകേരള സദസ്സ് നടക്കുന്നതിന് മുമ്പ് പത്രസമ്മേളനത്തിൽ അവിടുത്തെ പത്രക്കാർ ഈ വിഷയത്തെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. ഒരു 1.5 മിനിറ്റുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മറുപടിയാണ്. ദയവായി അതൊന്ന് കേൾക്കുക. അരീക്കോട് ഇന്നലെയാണോ? ഇന്നലെയല്ലേ അവിടെ 7,605 ആള് നിവേദനം കൊടുത്തു. 7,605 ആള് നിവേദനം അവിടെ കൊടുത്തു. ആ 7,605 ആള് സുഗമമായിട്ട് നിവേദനം കൊടുത്ത് അവിടെ പോയി. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നം ഉണ്ടാകാത്ത കാര്യത്തിൽ പ്രശ്നമുണ്ടെന്ന് വെട്ടി തീർക്കാൻ ചില ആൾക്കാർ കെട്ടിച്ചമക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്, മറ്റൊന്നുമല്ല. ദൃശ്യങ്ങൾ നിങ്ങൾ തന്നെ ഏർപ്പാട് ചെയ്തതാണെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും, എനിക്കതൊക്കെ പറയാൻ പറ്റും. നിങ്ങളിപ്പോ ഒരാളുടെ അടുത്ത് അനാവശ്യമായി തട്ടിക്കയറുമ്പോ അയാള് പിന്നെ എന്തെങ്കിലും പറയില്ലേ, നിങ്ങൾ ആ ദൃശ്യം എടുത്ത് കൊടുത്താൽ ആ ദൃശ്യാന്ന് പറഞ്ഞ കാര്യമുണ്ട്. എന്താ സംഭവിച്ചെന്നറിയാം. 7,605 ആള് പങ്കെടുത്തിയൊരു പരിപാടിയാണ് നിങ്ങൾ കൊച്ചാക്കി കാണുന്നത്. അതൊരു ശരിയായ മാധ്യമപ്രവർത്തനമല്ല കേട്ടോ. അപ്പോ
ഇതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് പിറ്റേ ദിവസം, അതായത് ഡിസംബർ 1 പാലക്കാട് നടത്തിയ പത്രസമ്മേളനം. അതേ ദിവസം ഈ ശശിധരൻ ഈ പറയുന്ന പാർട്ടി പ്രവർത്തകർക്കെതിരെ 11ഓളം പ്രവർത്തകർക്കെതിരെ കേസിട്ടു. ചില്ലറ കേസല്ല, കളവ് കേസടക്കം. ആ പാവപ്പെട്ട ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഏകദേശം 3 ആഴ്ചയോളം ജയിലിൽ കടത്തി. ഇവിടെയാണ് ഇതിന്റെ പ്രശ്നം. അപ്പോ ഇത് പൊളിറ്റിക്കൽ സെക്രട്ടറി ഹാൻഡിൽ ചെയ്യേണ്ട വിഷയമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കൃത്യമായ സർക്കാരിന്റെ നയം വ്യക്തമാക്കുകയും അവിടെ അലങ്കോലപ്പെടുത്താൻ വന്നവരാണ് എന്ന് വ്യക്തമാക്കുകയും 7600 ചില്ലാനം ആളുകൾ പരാതി നൽകാൻ വന്നിട്ട് ഒരു പ്രശ്നവും ഉണ്ടായില്ല. 1-2 യൂട്യൂബർമാർക്ക് മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ. അപ്പോ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നതിനപ്പുറം മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ന്യായമായി ഉൾക്കൊള്ളാതെ ഈ ഗവൺമെന്റിനെയും ഈ പാർട്ടിയെയും ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് MR അജിത് കുമാറിന്റെ ഒപ്പമുള്ള കേരളത്തിലെ പോലീസിലെ ഒരു വിഭാഗം എന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ആദ്യമായി സൂചിപ്പിക്കുന്നത്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം വളരെ വിശാലമായ വിഷയമാണ്. ഒരു സമ്മേളനം കൊണ്ടോ 10 സമ്മേളനം കൊണ്ടോ നമുക്ക് ഇത് പൂർത്തീകരിക്കാൻ കഴിയില്ല. 32 മിനിറ്റ് ഈ പറയുന്ന സുജിത് ദാസ് സംസാരിച്ച ഒരു കോൾ റെക്കോർഡാണ് എനിക്ക് നിങ്ങളെ ഇന്ന് ഇവിടെ നിന്ന് കേൾപ്പിക്കാനുള്ളത്. അതിന്റെ മുമ്പായിട്ട് ഈ വാർത്തകളിൽ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ നിയമസഭയിൽ ഞാനൊരു പ്രസംഗം നടത്തി ഒരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട്. ആ അഴിമതി കേസിൽ എന്റെ പ്രസംഗം ഒരു രേഖയായി എടുത്തുകൊണ്ട് ഹഫീസ് എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതിയെ സമീപിച്ചു ഈ കാര്യം അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട്. ആ വിജിലൻസ് കോടതിയിൽ അദ്ദേഹം അത് ഫയൽ ചെയ്തു. കോടതി പോലീസിനോട് റിപ്പോർട്ട് ചോദിച്ചു. പോലീസ് റിപ്പോർട്ട് കൊടുത്തു. എന്താ കൊടുത്തത്? ഇതിലൊരു കഴമ്പില്ല. അതിൽ കഴമ്പുണ്ടോ ഇല്ലേ എന്നറിയണമെങ്കിൽ ഈ വിഷയം കേരളത്തിലെ നിയമസഭയിൽ ഉന്നയിച്ചത് ഒരു MLA ആണ്. എന്നെ ഒന്ന് വിളിച്ച് ചോദിച്ചോ, എന്റെ അടുത്ത് സ്റ്റേറ്റ്മെന്റ് എടുത്തോ, നിങ്ങൾ ഈ പറഞ്ഞതിന്റെ എന്താണ് അടിസ്ഥാനം എന്ന് ചോദിച്ചോ? ഒന്നും ഉണ്ടായില്ലല്ലോ. MR അജിത് കുമാർ അങ്ങ് പറയാണ് ക്രൈംബ്രാഞ്ചിനോട്, നിങ്ങൾ അങ്ങനെ കൊടുത്തേക്ക്. കേരളീയ സമൂഹത്തില് വാക്കിന് വിലയില്ലാത്തവനായി ഞാൻ, അല്ലേ? ഒരു തെളിവും കിട്ടിയില്ല എന്നാണ് നിങ്ങളൊക്കെ എപ്പോഴും പറയുന്നത്. തെളിവുണ്ട്. ഞാനിപ്പോ ആ യുദ്ധത്തിലല്ല. അപ്പോൾ ഒരു MLA നിയമസഭയിൽ ഉന്നയിച്ച അടിസ്ഥാനപരമായ ഒരു വിഷയം കോടതി പോലീസിന്റെ നിലപാട് എന്താന്ന് ചോദിക്കുമ്പോൾ പോലീസ് പറയാണ് MLA അതിലൊരു അടിസ്ഥാനമില്ല. ഈ പോലീസാണോ നീതി നടത്തുന്ന MR അജിത് കുമാറാണോ ഈ ഗവൺമെന്റിനെ സഹായിക്കുന്നത്? അങ്ങനെ വിശ്വസിക്കാൻ നിങ്ങൾക്കൊക്കെ കഴിയുമെങ്കിൽ എനിക്ക് കഴിയില്ല. അപ്പോ ഇവിടെ വരുന്ന വിഷയങ്ങൾ ഞാനിതിലേക്ക് കടക്കാം. സത്യത്തില് ഈ പറയുന്ന, ഞാൻ ഇന്നലെ ഏതൊരു പത്രത്തില് നൊട്ടോറിയസ് ക്രിമിനലാണ് ADGP അജിത് കുമാർ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് തോന്നുന്നു എന്താണ് MLA ഇങ്ങനെ നൊട്ടോറിയസ് ക്രിമിനൽ എന്നൊക്കെ പറഞ്ഞാൽ ക്രിമിനലിസത്തിന്റെ അങ്ങേയറ്റം, അല്ലേ? നിങ്ങൾക്ക് ഞെട്ടും, കേരളം ഞെട്ടും. നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയില്ല. എനിക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ചിലതൊക്കെ കേട്ടപ്പോൾ. എന്ന് പറഞ്ഞാൽ ഈ MR അജിത് കുമാറിന്റെ റോൾ മോഡൽ ഒരു പക്ഷേ ദാവൂദ് ഇബ്രാഹിം ആണോ സംശയിച്ചു. എനിക്ക് ഫീൽ ചെയ്തതാണ്. ബോംബെ അധോലോകത്ത് ഒരു കാലഘട്ടത്തിൽ നടന്നു. ഇതിപ്പോ ലോകം മുഴുവൻ ഇത്തരം ക്രിമിനലിസം ഈ പറയുന്ന ഇതൊക്കെ ഒരു പരിധിവരെ അവസാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആ ലെവലിലേക്ക് പോണെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള അവരുടെ ജീവചരിത്രം പഠിച്ചവനെ സാധിക്കും. അതിൽ അട്രാക്ട് ചെയ്യണം. അതിൽ അട്രാക്ട് ചെയ്തവനാണ് ഈ MR അജിത് കുമാർ. ഞാൻ ഫോൺ കോളുകളുടെ കാര്യം നിങ്ങളോട് പറഞ്ഞു. അജിത് കുമാറിന്റെ ഫോൺ മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ
മറ്റൊരാളുമായി സംസാരിക്കുന്ന ഫോൺ കോൾസ്. ഭാര്യയെ വിളിക്കുന്നത് ഭാര്യയുടെ ആങ്ങളെയാണ്. ആ ഫോണ് ഫോർവേഡ് ചെയ്ത് അതിന്റെ മറ്റേ അറ്റത്ത് കേരളത്തിലെയും ബോംബെയിലെയും കള്ളക്കടത്ത് സംഘത്തിലെ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന വളരെ പ്രധാനികളായ കള്ളക്കടത്തുകാരാണ് മൂന്നാമത്തെ ഫോണിൽ. ട്രാക്ക് നോക്കിയാൽ എന്താ, എം ആർ അജിത് കുമാറിന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ ആങ്ങളയോട് സംസാരിച്ചു, ഒരു കുഴപ്പമില്ലല്ലോ. ആങ്ങളയുടെ അങ്ങേ തലയിലാണ് മറ്റേ ചങ്ങാതി. അപ്പോ ആ സ്ത്രീയെ ഞാൻ ഇപ്പോ ഇതിലേക്ക് വലിച്ച് ഇഴക്കാൻ ഇപ്പം നിൽക്കുന്നില്ല. കാരണം അതൊരു സ്ത്രീയാണ്. എൻ്റെ ഉമ്മ 14 പ്രസവിച്ചതാണ്. എനിക്ക് 10 പെങ്ങന്മാരുണ്ട്. അവർക്ക് ഒരുപാട് മക്കളുണ്ട്. എൻ്റെ വാപ്പാന്റെയും ഉമ്മാന്റെയും ബ്ലഡിൽ തന്നെ 100 കുട്ടികൾ, സ്ത്രീകൾ എൻ്റെ വീട്ടിലുണ്ട്. അതുകൊണ്ട് ഒരു സ്ത്രീ എന്ന പരിഗണനയിൽ ഇപ്പൊ ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ആവശ്യമായി വരികയാണെങ്കിൽ അപ്പം നമുക്ക് ആ വിഷയത്തിലേക്ക് പോകാം. പിന്നെ ഏഷ്യാനെറ്റ്, വിനു വി ജോൺ എന്നൊക്കെ അറിയാലോ, ഒരു കൊലപാതക കേസിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കളോ ബന്ധപ്പെട്ടവരാരോ ADGP വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുക. ഇതേപോലത്തെ കോളാണ് കേട്ടോ, ഡയറക്റ്റ് അല്ല, എല്ലാം ഉണ്ട്. സഹായം അഭ്യർത്ഥിക്കുകയാണ്. അതിനുള്ള മറുപടി സഹായിക്കാം എന്ന തരത്തിൽ തന്നെ അജിത് കുമാർ പറയുന്നു. അപ്പോ പോക്സോ കേസ്, ഞാനൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് കോഴിക്കോട്. ഒരു കുട്ടിയെ മാറ്റി ശബ്ദം പ്രസിദ്ധീകരിച്ചതിനെതിരെ കോഴിക്കോട് ഞാനൊരു കേസ് ഫയൽ ചെയ്തു. ആ കേസിന്റെ കാര്യം സംസാരിക്കുന്നു. അതിൽ പ്രയാസം ഉണ്ടാവരുത്. അത് ക്രൈംബ്രാഞ്ച് കേസ് കോടതിയിൽ ഇപ്പോൾ അതിന്റെ ചാർജ് ഷീറ്റ് കൊടുത്തിട്ടുണ്ട്. കേസ് വരുമ്പോൾ അറിയാം അതിന് സ്വാധീനം ഉണ്ടായിട്ടുണ്ടോന്ന്. ആ കാര്യം നമുക്ക് കോടതിയിൽ വരുമ്പോൾ നമുക്ക് നോക്കാം. അപ്പൊ എങ്ങോട്ടേക്കാണ് ഈ പോണത്, എവിടത്തേക്കാണ് ഈ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത്? ഏറ്റവും അവസാനമായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല, അജിത് കുമാറിന് ഒരു അസിസ്റ്റന്റിനെ വെച്ചിട്ടുണ്ട്, ഒരു IPS ഉദ്യോഗസ്ഥൻ. എന്തിനാ? ഒരു പ്രത്യേക സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ട് സൈബർ സെല്ലിൽ. എല്ലാ മന്ത്രിമാരെയും ഫോൺ കോളുകൾ ചോർത്തുന്നുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരുടെയും ഫോൺ കോൾ അവിടെ ചോർത്തുന്നുണ്ട്. ഈ നിൽക്കുന്ന പത്രക്കാരായ നിങ്ങളുടെയും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഫോൺ കോൾ ചോർത്തുന്നുണ്ടാവും. സൈബർ സെല്ല് പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്തെ ക്രൈം അന്വേഷിക്കാനല്ല. സൈബർ സെല്ല് പ്രവർത്തിക്കുന്നത് ഈ നാട്ടിലെ മന്ത്രിമാരുടെയും പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും സമൂഹത്തിലെ ഉന്നതരുടെയും പത്രമാധ്യമ പ്രവർത്തകരുടെയും ഒക്കെ അവരുടെ പരിപാടി എന്താണെന്ന് അറിയാനാണ്. അപ്പൊ അതിൽ ചെറിയൊരു വിശ്വാസക്കുറവ് വന്നു ആർക്ക്? MR അജിത് കുമാറിന്. അത് കൈകാര്യം ചെയ്യുന്നത് വേറൊരു ഓഫീസറാ, പേര് ഇപ്പം പറയുന്നില്ല. അപ്പൊ അതിലേക്ക് ആ IPS ഓഫീസറെ സൂപ്പർവൈസ് ചെയ്യാനും ആ കാര്യങ്ങൾ ഡെയിലി റിപ്പോർട്ട് ചെയ്യാനും കേരളത്തിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ല. ഈ രാത്രി ചായ ഉണ്ടായി കൊടുക്കുക, വൈകുന്നേരം ആകുമ്പോഴേക്ക് റിപ്പോർട്ട് കൊടുക്കുക. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ ശമ്പളം കൊടുക്കുന്ന ഒരു ഓഫീസറെ അവിടെ കൊണ്ടിരുത്തിയിരിക്കുക. പുള്ളി വലിയ പുള്ളിയാട്ടോ, ഇപ്പൊ ഇരുത്തിയിരിക്കുന്ന പുള്ളി. സരിത കേസില് ഈ പറയുന്ന റിപ്പോർട്ടില് വലിയ പരാമർശം ഉണ്ടായിട്ടില്ല. നല്ല സാധുവായിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള ഒരു IPSകാരനാണ് ഇപ്പോൾ ഈ സൈബർ ചോർത്തുന്ന കാര്യങ്ങൾ ഡെയിലി റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ എന്നെ സംബന്ധിച്ച് പറയാനുള്ളത് 2-3 കേസിന്റെ സൂചനയും പറയാം. ഈ പറയുന്ന MR അജിത് കുമാർ ഇവിടെ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട്, കൊലപാതകം നടത്തിച്ചിട്ടുണ്ട്. ഉത്തരവാദിത്തത്തോടു കൂടിയാ പറയുന്നത്. വാദിയും പ്രതിയും നിങ്ങളെ മുമ്പിൽ വരും. അതൊക്കെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. അതിന് പുറമെ മാമി എന്ന് പറയുന്ന കോഴിക്കോടത്തെ ഒരു കച്ചവടക്കാരൻ 1 വർഷമായി കാണാതായിട്ട്. കൊണ്ടുപോയി കൊന്നതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
കേസ് എവിടെ എത്തിയിട്ടില്ല, അനങ്ങിയിട്ടില്ല, അത് അനങ്ങൂല. അതും ഈ സംഘവുമായി ബന്ധപ്പെട്ട വേറെ വിഷയമാണ്. ഒരുപാട് ഇവരുടെ ഈ പറയുന്ന എയർപോർട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളിൽ ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പലരെയും പല സ്ഥലത്ത് ഇവർ കുടുക്കിയിട്ടുണ്ട്. സുജിത് ദാസ് IPS വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ജോലി എന്തായിരുന്നു നമുക്കറിയാം. അറിയോ? ഇവിടെ ആർക്കെങ്കിലും അറിയോ? ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാം. അറിയില്ല. അയാൾ കസ്റ്റംസിലായിരുന്നു. സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസിൽ നിന്നാണ് IPS എഴുതിയിട്ട് സുജിത് ദാസ് വരുന്നത്. കസ്റ്റംസിലെ ഉദ്യോഗസ്ഥരുമായിട്ട് അതിഭയങ്കരമായ ബന്ധം നിലനിർത്തുന്നുണ്ട്. ആ ബന്ധങ്ങളാണ് കോഴിക്കോട് എയർപോർട്ടിൽ സ്വർണം കടത്താൻ, കോഴിക്കോട് മാത്രമല്ല തിരുവനന്തപുരം എയർപോർട്ടിൽ നടന്നതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. കസ്റ്റംസിലെ ഒരു സെക്ഷനാണ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരുപാട് കേസ് പിടിച്ചല്ലോ അല്ലേ സുജിത് ദാസ്? അത്ഭുതമായിരുന്നു. എങ്ങനെ എത്ര കേസ് കസ്റ്റംസ് വെട്ടിച്ച് വന്നിട്ട് നടു റോട്ടിലിട്ട് പോലീസ് പഠിക്കുന്നല്ലേ? അങ്ങനത്തെ സംഭവം പലതും ദുബായിൽ നിന്ന് ഈ കാരിയർമാർ ക്യാരി ചെയ്ത് വരുമ്പം തന്നെ അവിടുത്തെ ഒറ്റുകാർ വഴി സുജിത് ദാസിന് വരും കിട്ടും. അതൊരു സെക്ഷൻ. രണ്ടാമത്തെ സെക്ഷൻ ആരാറിയാം നമുക്ക്? നിങ്ങൾ ശരിക്കും കേട്ടോ. രണ്ടാമത്തെ സെക്ഷൻ കസ്റ്റംസിലെ ചില ഉദ്യോഗസ്ഥരാണ്. അവർ സ്കാനിങ്ങിൽ ഈ സാധനം കാണുന്നുണ്ട്. ഈ കാരിയർക്ക് വിവരമൊന്നും അറിയില്ല, ഇത് അയക്കുന്നവനും അറിയില്ല. ഓല് വിചാരിക്കും അവരുടെ ഈ പാക്കിംഗ് സിസ്റ്റത്തിൽ അവിടെ രക്ഷപ്പെട്ടു പോയതാണ്. കരിപ്പൂർ എയർപോർട്ടിലൊക്കെ സ്കാനിങ്ങിന്റെ ഏറ്റവും അഡ്വാൻസ് ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് കണ്ടാൽ ഇവനെ കടത്തിവിടുക. അപ്പൊ പുറത്തു നിൽക്കുന്ന പോലീസിന് വിവരം, ഇന്ന ആള് ഇന്ന കളർ കുപ്പായം ടാക്സിയിലോ വേറെ വണ്ടിയിലോ വരും. ഈ ചങ്ങാതിന്റെ ഒരു ഡാൻസ് സ്റ്റാഫ് ഉണ്ടല്ലോ, ഡാൻസ് സ്റ്റാഫ്, അതൊക്കെ വരാൻ പോണുള്ളൂ. പക്ക ക്രിമിനൽസ്. പേരെന്താ? MDMA പിടിക്കുക. പണി എന്താ? സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി പൈസ ഉണ്ടാക്കുക. അപ്പൊ നമുക്ക് തോന്നും എന്താണ് എന്നാ കസ്റ്റംസിനെ അവിടെ പിടിച്ചാൽ പോരെ. കസ്റ്റംസിനെ പിടിച്ചാലേ കുഴപ്പമെന്താ അറിയോ? അവിടെ കംപ്ലീറ്റ് CCTV ഒബ്സർവേഷനിലാണ്. ഒരു ബിസ്ക്കറ്റ് എന്നെടുത്ത് മാറ്റാൻ കഴിയില്ല. അപ്പോഴോ പുറത്തിട്ട് പോലീസ് ആ വണ്ടി വരുന്നു, ബ്ലോക്ക് ചെയ്യുന്നു. 2 പോലീസുകാർ അപ്പുറത്ത് വന്ന് ചാടിക്കൊന്ന് വിടറാന്നാണ്. ഇവരെ കേന്ദ്രത്തേക്ക് പോവാ. അവിടെ നിന്നാണ് ചോദിക്കാനൊന്നുമില്ലല്ലോ, കൃത്യമായ പെട്ടിയുടെ ഏത് ഭാഗത്ത് എങ്ങനെ വെച്ചിരിക്കുന്നത്. 25 ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ 10 ബിസ്ക്കറ്റ് അവിടെ നിന്ന് എടുക്കും. ഉത്തരവാദിത്തത്തോടു കൂടിയാണ് PV എന്നവർ പറയുന്നത് കേട്ടോ. 50-60% അടിച്ചു മാറ്റും, ബാക്കി കസ്റ്റംസിന് കൈമാറും. എന്നും പിടുത്തും. കോടാനക്കോടി ഉറുപ്പിന്റെ സ്വർണ്ണം പിടുത്തും. കസ്റ്റംസ് പിടിച്ചാൽ ആർക്കൊന്നും കിട്ടൂല. അപ്പോ 60-70% അടിച്ചു മാറ്റി. അതിനൊരു സെറ്റപ്പ് സുജിത് ദാസിന്റെ ഈ പഴയ കസ്റ്റംസ് ബന്ധവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പും ഈ പറയുന്ന ഡാൻസ് സ്റ്റാഫും ഈ പറയുന്ന സുജിത് ദാസും ഈ പറയുന്ന ഇതിന്റെ ഏറ്റവും തലവൻ MR അജിത് കുമാറും അന്വേഷിക്കട്ടെ. ഇതൊക്കെ അന്വേഷിക്കണമല്ലോ. ഞാൻ ഈ പറയുന്ന ഞാൻ കൊടുക്കും തെളിവ്. ഇതിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. MR അജിത് കുമാറൊക്കെ ജയിലിലേക്കാ പോകുന്ന പ്രിയ സുഹൃത്തുക്കളെ. സുജിത് ദാസ് പോകുന്ന സുജിത് ദാസിന്റെ വഴി സെൻട്രൽ ജയിലാണ്. ഒരു തർക്ക കാര്യത്തിലില്ല. നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഈ രീതിയിൽ ഇതിന്റെ ഒക്കെ പഴിയാർക്കാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക്. എങ്ങനെ മുഖ്യമന്ത്രി ഇത് ഏറ്റെടുക്കും? നിങ്ങൾക്കറിയാലോ, മുഖ്യമന്ത്രിക്ക് 29 വകുപ്പുകളുണ്ട്. ഒരാൾക്ക് 29 വകുപ്പുകൾ, 4 ചായപ്പീടി കൈകാര്യം ചെയ്യാൻ കഴിയും ഒരു വ്യക്തിക്ക്. ആ 29 വകുപ്പുകളിലെ ഓരോരുത്തരും ഓരോ തലവന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ തലവന്മാരുമായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവരെയാണ് വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത്. പള്ളിയുടെയും അമ്പലത്തിന്റെയും അകത്ത് കിണറുണ്ടെങ്കിൽ ആ കിണറ്റിൽ പോയി നമ്മൾ വീഴൂലേ? പള്ളിയിൽ നിസ്കരിക്കാൻ പോകണം, അവിടെ കിണറുണ്ടെന്ന് ആലോചിക്കോ? അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്ന അവിടെ പൊട്ടക്കിണറുണ്ടെന്ന് ആലോചിക്കോ? ആരും വീഴൂലേ? അപ്പൊ പള്ളിക്കകത്ത് അമ്പലത്തിനകത്ത് കിണർ കുത്തി വെച്ചിരിക്കുന്നു വിശ്വസ്തർ.
അതല്ലേ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്രയും കള്ളത്തരങ്ങൾ നടക്കുമോ? വിശ്വസിച്ചേൽപ്പിച്ചതാരാ? സഖാവ് പി ശശിയാണ് അല്ലേ? അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന് അറിവുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ പൊളിറ്റിക്സ് അനലൈസ് ചെയ്തിട്ട് ഈ ഗവൺമെന്റിന് എന്തെങ്കിലും പാകപ്പിഴകൾ ഉണ്ടെങ്കിൽ അതുകൂടി ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും ശ്രദ്ധയിൽപ്പെടുത്താനാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി അപ്പോയിന്റ് ചെയ്യുന്നത്. അദ്ദേഹം ഇത് കൃത്യമായി അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൊള്ള നടക്കുമോ? ഒന്ന്, ഞാൻ ഈ പറഞ്ഞതുപോലെ അരീക്കോട് സംഭവം അടക്കം അങ്ങനെ എത്ര സംഭവങ്ങൾ അവിടുത്തെ പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയമാണിത്. മുഖ്യമന്ത്രി പറഞ്ഞതിനെതിരെ മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണ് എന്ന് വരുത്തി തീർക്കുന്നതല്ലേ അരീക്കോട് സംഭവത്തിൽ? മുഖ്യമന്ത്രി പറഞ്ഞ ദിവസം ഈ പറയുന്ന ഈ മരത്തിന്റെ കളവിന് കൂട്ടുനിന്ന കള്ളന് കഞ്ഞി വെച്ചു കൊടുത്ത ജില്ലാ പോലീസ് സൂപ്രണ്ട് ശശിധരൻ ചെയ്തത്. ഇതിൽ വലിയ ധിക്കാരെന്താ? ആർക്കതിന്റെ ഉത്തരവാദിത്വം? പൊളിറ്റിക്കൽ സെക്രട്ടറിക്കല്ലേ? അവിടെയാണ് എന്റെ പ്രശ്നം. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കണ്ടേ? അത് നിർവഹിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് വ്യക്തിപരമായി പറയാൻ പറ്റില്ലോ. ഞാൻ പല വിഷയത്തിലും ഈ ജില്ലയിലെ രാഷ്ട്രീയപരമായ പല വിഷയത്തിലും അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട്, കത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നടപടി ഉണ്ടായിട്ടില്ല. എൻ്റെ വീട്ടിലെ കാര്യമില്ല. ഈ ജില്ലയിൽ പൊളിറ്റിക്കലായിട്ട് ഈ പാർട്ടിക്ക് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ, പാർട്ടി നേരിടുന്ന വെല്ലുവിളികൾ, അതിനാണ് അദ്ദേഹത്തെ ഇതൊക്കെ മുഖ്യമന്ത്രിയോട് പോയി പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന് ഇല്ലെങ്കിൽ തന്നെ എടുത്താൽ പൊന്താത്ത ലോഡുണ്ട്, നമുക്കറിയാലോ. അപ്പൊ ഞാൻ തുടക്കം മുതലേ പറയുന്ന വിഷയമാണ്. ഞാൻ ഈ പാർട്ടിയിലേക്ക് വന്നതും അതിനുശേഷവും ഈ ഇത്രയും MLA ആയിട്ട് ഈ നിമിഷം വരെ എൻ്റെ പിതാവിന്റെ സ്ഥാനത്താണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തിന് ഭാരം വെക്കാനുള്ള ശ്രമം ഒരു മകൻ എന്ന നിലക്ക് അത് തടുക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ്. ആ ബാധ്യത ഞാൻ നിർവഹിക്കുന്നത്. അത് ഏത് തലത്തിലേക്ക് പോയാലും കൊല്ലിച്ചും നല്ല പരിചയമുള്ള ഗുണ്ടാ സംഘങ്ങളുള്ള വലിയൊരു ടീമിനോടാണ് ഞാൻ ഏറ്റുമുട്ടുന്നത്. എന്റെ ജീവൻ അപകടത്തിലാണെന്ന് എനിക്കറിയാം. പക്ഷെ ജീവനിലുള്ളിടത്തോളം സമയം പറയാലോ. ആ പറച്ചിൽ തന്നെയാണ് ഞാൻ തുടരുന്നത്. അപ്പം ഈ രീതിയിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ഈ പാർട്ടി സംവിധാനവും ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കമുള്ളവരും ഇതിന് ആൻസർ പറയേണ്ട ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തുറന്നു പറയേണ്ടി വന്നത്. ഇപ്പൊ ചില വാർത്തകൾ TV പാർട്ടി വിടുന്നു, ലീഗ് ചേരുന്നു, കോൺഗ്രസ് ചേരുന്നു, BJP ചേരുന്നു എന്ന് ആരും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടില്ല. കാരണം ഇതിലേറെ സ്ട്രോങ് പാർട്ടി അതല്ലേ, ഇന്ത്യ ആകെ ഭരിക്കുന്നത്. അത് പറഞ്ഞൂടെ? അപ്പൊ ഞാൻ ഈ പാർട്ടിയെ നിലനിർത്താൻ ഇതിലെ ഈ ചതിക്കുഴികൾ, ബഹുമാനപ്പെട്ട നമ്മളെ പ്രിയങ്കരയായ ഇന്ദിരാഗാന്ധി എങ്ങനെയാ മരിച്ചത്? എങ്ങനെയാ വെടിയുണ്ട്? പഞ്ചാബിലെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന് ശേഷം ഇന്റലിജൻസ് ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞതാ, സിഖ് വിഭാഗത്തിൽപ്പെട്ടവരെ പേഴ്സണൽ സെക്യൂരിറ്റിയിൽ നിന്ന് ദയവായി മാറ്റണമെന്ന്. ഇന്ദിരാജി എന്താ പറഞ്ഞത്? പിന്നെന്ത് മതേതരത്വം? വെടികൊണ്ട് മരിച്ചില്ലേ? അങ്ങനെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ കൊലച്ചതിക്ക് വിട്ടുകൊടുക്കണോ? ഞാൻ വിട്ടുകൊടുക്കണോ? ഞാൻ ഏതായാലും വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഒന്നുകിൽ ഞാനില്ലാതാവും. അങ്ങനെ ഈ പാർട്ടിക്ക് വേണ്ടി ഇല്ലാതാവാനാണ് എന്റെ വിധിയെങ്കിൽ ഞാനൊരു ദൈവവിശ്വാസിയാണ്. ഈ ഭൂമിയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ വിധിക്കനുസരിച്ചേ നടക്കുമെന്ന് വിശ്വസിക്കുന്നവനാണ്. ഈ പോരാട്ടം ശക്തമായപ്പം എന്നെ സ്നേഹിക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട പലരും വിളിച്ചു. അതിൽ കേരളത്തിലെ ഒരു വലിയ മഹാനായ മതപണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആരോടായി കളിക്കുന്നത്? നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? ഇവരൊക്കെ വലിയ സംവിധാനമല്ലേ? ഈ ഗവൺമെന്റൊക്കെ 2 കൊല്ലം കഴിഞ്ഞ് പോയാലും ഇവരൊക്കെ വീണ്ടും അധികാരത്തിലുണ്ടാവില്ലേ? നിങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോൾ വന്ന് കാണാൻ പറയാൻ പറ്റുന്ന ഒരാൾ നിലക്ക് നിങ്ങളൊക്കെ ജീവിച്ചിരിക്കണം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ആ ബഹുമാനപ്പെട്ട പണ്ഡിതനോട് പറഞ്ഞു, ഖുർആനിലൊരു ആയത്തുണ്ട്, ഒരു അധ്യായം, ഈ ലോകത്തുള്ള മനുഷ്യരും ജിന്നുകളും എല്ലാവരും കൂടി നിന്നെ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചാൽ നിന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല, ദൈവമായി ഞാൻ ഉദ്ദേശിക്കാതെ. എന്നിട്ട് തിരിച്ചു വീണ്ടും പറയാണ് ഖുർആൻ, ഈ മനുഷ്യരെല്ലാവരും ജിന്നുകളും കൂടിയിട്ട് നിന്നെ സഹായിക്കണമെന്ന് വിചാരിച്ചാൽ നിന്നെ സഹായിക്കാൻ കഴിയില്ല, ദൈവമായ ഞാൻ ഉദ്ദേശിക്കാതെ.
അപ്പോൾ ആ ശക്തനായ ദൈവത്തിൽ വിശ്വസിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ വിഷയത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഓലപ്പാമ്പ് കാണിച്ചു, ഈ പേടിപ്പിച്ചു, ഈ വേറെ രീതിയിൽ അങ്ങനെ ഇപ്പം എൻ്റെ ഫോണൊക്കെ ഹാക്കിങ്ങില്ല, എന്നോ ഹാക്കിങ്ങില്ല. ഇങ്ങനെ എടുക്കുമ്പോൾ ചില സമയത്ത് 4 ആളൊക്കെ സംസാരിക്കണ്ടോ, മനസ്സിലായില്ലേ? 4 ആളൊക്കെ സംസാരം കേൾക്കാം. ഇത് ഇന്ന് തുടങ്ങിയതില്ല, അത് ഇത്ര സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ ഒരു 3-4 മാസമേ ഉള്ളൂ. കാരണം ഞാൻ ഇതിന്റെ പിന്നിലുണ്ടെന്നില്ല അജിത് കുമാറിന് അറിയാം. ഈ സാജൻ സ്കറിയ കേസിൽ സത്യം ഞാൻ തുറന്നു പറയാം, ഞാൻ എല്ലാവരോട് പറഞ്ഞു, ഈ ശ്രീജിത്തിനോട് പരാതി ഈ മരമുറി കേസിൽ കൊടുപ്പിച്ചത് ഞാനാ. സാജൻ സ്കറിയ ഇത്ര വലിയ ഒരു രാജ്യദ്രോഹി, ഒരു മതവിരോധി, ഒരു വർഗീയവാദി, ഈ മനുഷ്യനെ മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയവൻ, പാർട്ടിയെ അടിവേര് വെട്ടിയാൻ ശ്രമിച്ചവൻ, ആ പാവം കൊടിയേരി സഖാവ് മരിച്ചുപോയി. ആ മകൻ 1.5 വർഷമല്ലേ ജയിലിൽ കിടന്ന്, നിങ്ങളാരെയും അന്വേഷിച്ചു? ആ കേസ് എഴുതിത്തള്ളി, അങ്ങനെ സംഭവമില്ല. മുഖ്യമന്ത്രി, കുടുംബം, മക്കള്, മരുമക്കള്, പാർട്ടി സെക്രട്ടറി, മന്ത്രിമാർ ഈ ഗവൺമെന്റിനെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തി ഈ നാട്ടിലെ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കാൻ 10,000-കണക്കിന് വീഡിയോകൾ ചെയ്തവൻ. അതെല്ലാം കഴിഞ്ഞൊരു വയർലെസ് ചോർത്തിയ കേസ് എത്രമാത്രം സീരിയസ് ആണെന്ന് അറിയാലോ. ആ കേസിലാണ് ഞാൻ ഈ ചങ്ങാതിയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവനെ സഹായിക്കുന്നതെന്ന് കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇന്നലെ ഞാൻ വെളിവിളിച്ചല്ലോ, MR അജിത് കുമാറിന് ധൈര്യമുണ്ടെങ്കിൽ കേരളത്തിലെ പ്രോസിക്യൂഷൻ കൊടുത്ത ലീഗൽ ഒപ്പീനിയൻ ഈ 66F സൈബർ ടെററിസം അട്രാക്ട് ചെയ്യും ഈ പ്രവൃത്തി എന്ന് പറഞ്ഞ ലീഗൽ ഒപ്പീനിയൻ കൊടുത്ത പിന്നെ പോലീസിന് അത് എഴുതുന്ന പണിയാ. അതിനാണ് ഹൈക്കോടതിയിൽ ഈ ലീഗൽ അഡ്വൈസേഴ്സിനെ ഗവൺമെന്റ് വെക്കുന്നത്. ഈ നിമിഷം വരെ ചെയ്തോ? ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ച് പലരും പോവും, ഇന്ന കേസ്, ഇടവണ്ണ കേസ്, മാമി കേസ്, നാട്ടിലെ പല കേസുകളും അന്വേഷിച്ചിട്ട് അതിന് നടപടിയില്ല പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയെ കണ്ട പാവപ്പെട്ട മുഖ്യമന്ത്രി അത് സീരിയസ് ആയിട്ട് എടുത്ത് ക്രൈംബ്രാഞ്ചിന് വിടും. ഈ ചങ്ങാതി എന്താ ചെയ്യാറ്? നിങ്ങൾക്കും തെറ്റി, എനിക്കും ഒരു തെറ്റാറുണ്ടായിരുന്നു. ഒരു ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് ഉണ്ട്. ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ച് പറഞ്ഞാൽ ഈ പറയുന്ന ലോ ആൻഡ് ബോഡീസിന്റെ കീഴിൽ തന്നെ, ഈ അജിത് കുമാറിന്റെ കീഴിലാണ്. ഏത് ക്രൈംബ്രാഞ്ചിന് കൊടുക്കാൻ പറഞ്ഞാലും അദ്ദേഹം അങ്ങോട്ടാ വിടുക. സ്റ്റേറ്റ് പോലീസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് തന്നെ. അങ്ങനെ ഈ കേസ് പോലും സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിനാണ് വിട്ടത്. അതും കുറച്ച് കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കുന്നത്. അന്ന് തുടങ്ങി അപ്പൊ എനിക്ക് മനസ്സിലായി, ഇത്രയും വലിയൊരു ദേശദ്രോഹിയെ ഒരുത്തന് സഹായിക്കാൻ കഴിയണമെങ്കിൽ അവനെക്കാളും വലിയ ദേശദ്രോഹിയായിരിക്കും ഈ MR അജിത് കുമാർ എന്ന എന്റെ ബോധ്യം. കഴിഞ്ഞ 8-9 മാസമായി ഇവരെ അവരെ വിചാരം അവരിന്റെ പിന്നാലെയാണ്. അവരിന്റെ പിന്നാലെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഇവരെ പിന്നാലെ തന്നെയാ. ഇതുകൊണ്ടൊന്നും തീരൂല. നല്ല പണം ഞാൻ ഇതിന് ചെലവാക്കിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ എടുക്കാൻ. പോലീസിനെ സഹായിക്കുന്ന കുറെ ആളുകൾ ഇവിടെ ഉണ്ട് ഈ വിഷയത്തിൽ. അവരൊക്കെ ചിലരെയൊക്കെ വില കൊടുത്ത് എനിക്ക് വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് ഇവിടെ അവസാനിക്കില്ല. അപ്പോ വീണ്ടും നയം വ്യക്തമാക്കുകയാണ്. ജീവനുണ്ടെങ്കിൽ ഈ വിഷയമായി മുന്നോട്ട് പോകും. ഇവനെ ഒന്നും നടപടി സ്വീകരിക്കാൻ പരാതി കൊടുത്തോ അഭ്യർത്ഥിച്ചെന്നൊക്കെ ആരും ചോദിക്കുന്നുണ്ട്. ഇവനൊന്നും പരാതിയല്ല, ഇവനൊക്കെ ജയിലിലേക്കാ, സെൻട്രൽ ജയിലിലേക്ക്. അപ്പൊ നമുക്കിനി ബഹുമാനപ്പെട്ട രാജ്യത്തിന്റെ ഏറ്റവും എന്താ പറയാ കാവൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട അവാർഡുകൾ വാരിക്കൂട്ടിയ നമ്മുടെ പ്രിയപ്പെട്ട, ഇതിന് എങ്ങനെ അഭിവാദ്യം ചെയ്യേണ്ടത് എനിക്കറിയില്ല, സുജിത് ദാസ് ചേട്ടൻ. എവിടെയാ സുജിത് ദാസ്? എവിടെയാ? അതെ, ഇപ്പൊ എവിടെയാ? ലീവ്. എന്തിനാ പോയത്? അല്ല, എന്തിനാ ലീവ് പോയത്? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ലീവ് പോയത് ഇപ്പൊ ഈ തെളിവ് നശിപ്പിക്കാൻ ഓടുക. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിന്റെ ബാക്കി പത്രത്തിന്റെ അതിന്റെയൊക്കെ ഒരു അവസാന ഘട്ടത്തേക്ക് പോവാ. എന്താ പറയുക ചോദിച്ചല്ലോ. ഇപ്പോ സുജിത് ദാസിനെതിരെ കർശനമായ ഒരു അച്ചടക്ക നടപടിയിലേക്ക് പോകേണ്ട എന്ന് ആഭ്യന്തര വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹത്തെ പത്തനംതിട്ട SP സ്ഥാനത്ത് നിന്ന് മാറ്റും, സസ്പെൻഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല. MR അജിത് കുമാറിനെതിരെ അന്വേഷണം വേണ്ട എന്നുള്ള വാർത്തകളാണ് വരുന്നത്. വാർത്തയല്ലേ?
എന്തെങ്കിലും റെക്കോർഡുണ്ട് നിങ്ങൾ ഈ പേട്ടൻ അങ്ങനെ വല്ല തീരുമാനം എടുത്തതായിട്ട് ഞാൻ അറിഞ്ഞില്ല. അതിലേക്ക് ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനമായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. വാർത്ത ഇപ്പൊ നമ്മളെ മുമ്പിൽ കൊടുക്കുന്ന സാധനങ്ങളല്ലേ. ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ ഇത്രയും കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിച്ചു. എപ്പോഴെങ്കിലും ഇത് പാർട്ടിയുടെയോ മുഖ്യമന്ത്രിയുടെയോ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ? ഞാൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലാണ് പഠിച്ചത്, പി ശശിയുടെ നേരിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ല? അങ്ങനെ ഒരു നിയമസഭാ അംഗമല്ലേ? അല്ല, അത് പാർട്ടി ആലോചിക്കട്ടെ. നമ്മളങ്ങനെ പാർട്ടി അറിയിച്ചുകൊണ്ടിരിക്കല്ലേ. ഇതിനു മുമ്പ് പാർട്ടിയുടെ വേദി അന്ന് ഞാൻ പോയി പറഞ്ഞത് ഇവിടെ എന്താ അടിസ്ഥാനം എം എൽ എ ഇങ്ങനെയൊക്കെ പലതും ഉണ്ടാവും, ആൾക്കാർ പലതും പറയും അല്ലേ. സ്വന്തമായിട്ട് ഞാനാണെങ്കിൽ അത് പറയും. ഈ അജിത് കുമാറിന്റെ ഒരു കോക്കസിന്റെ ഭാഗം തന്നെയാണോ ശശി? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, അതൊക്കെ പാർട്ടി അന്വേഷിക്കട്ടെ എന്ന്. പാർട്ടി നല്ലൊരു സംവിധാനം ഈ നാട്ടിലില്ലേ. പാർട്ടി സെക്രട്ടറി ആയിരിക്കാനെങ്കിലും താങ്കൾ ശ്രമിച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ എപ്പോഴെങ്കിലും? 8 മാസമായിട്ട് താങ്കൾ ഇതിന്റെ പിന്നിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എപ്പോഴെങ്കിലും പാർട്ടി സെക്രട്ടറിയെയോ പാർട്ടിയിലെ ഏതെങ്കിലും കേന്ദ്രങ്ങളിലെ വിഷയം താങ്കൾ അവതരിപ്പിച്ചിട്ടുണ്ടോ? പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണല്ലോ പൊളിറ്റിക്കൽ സെക്രട്ടറി. ഈസ് എ പാർട്ട് ഓഫ് പാർട്ടി, ഈസ് എ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ഓഫ് ദ CPM. ഒരേ സമയത്ത് രണ്ട് കാര്യം പാർട്ടി സെക്രട്ടറിയോടും പാർട്ടി ലീഡറോടും പറയുന്നു, പൊളിറ്റിക്കൽ സെക്രട്ടറി ഇസ് എ വൺ പേഴ്സൺ. എന്റെ അമ്മച്ചി എനിക്കതിനെ കുറിച്ച് അറിയില്ല. പി ശശിയുടെ അറിവോട് കൂടിയിട്ടാണ് അജിത് കുമാർ പ്രവർത്തിക്കുന്നത് എനിക്കറിയില്ല. അത് പാർട്ടി അന്വേഷിക്കട്ടെ. ഈ പറയുന്ന ക്രിമിനലിസം അതിന്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മറ്റുള്ളവർ അന്വേഷിക്കട്ടെ. അല്ല, ഈ സർക്കാരിന്റെ പ്രതിച്ഛായക്ക് തന്നെ മോശമാകുന്ന ഈ ക്രിമിനൽ പ്രവർത്തനങ്ങൾ എല്ലാം അറിഞ്ഞിട്ടും മൗനം പാലിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ഈ ഇടതുപക്ഷം വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. ആ രീതിയിൽ താങ്കൾ ഒരു ഗൗരവമായിട്ട് അറിയിക്കേണ്ടതല്ലേ? അല്ല, അത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പാർട്ടി ഇപ്പോഴല്ലേ അതൊക്കെ അറിയുന്നത്. പാർട്ടി ഇപ്പോഴാണ് അറിഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴറിയും, ഇപ്പൊ ഈ പോകുമ്പോഴേ അറിയുന്നുള്ളൂ ഇത്തരം കാര്യങ്ങൾ. ഞാൻ ഈ രീതിയിൽ സംസാരിച്ചിട്ടില്ല. പി ശശിയോട് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് മറ്റൊരു അടുത്ത് എത്താത്തതുകൊണ്ടാണോ അത്തരം ഒരു ഇതിലേക്ക് പോകേണ്ടി വന്നത്? അത് പി ശശി ഇതിലൊരു നടപടിയും സ്വീകരിച്ചില്ല. അദ്ദേഹമാണ് സത്യത്തിൽ ഈ കാര്യങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ട ലോ ആൻഡ് ഓർഡർ സംഗതികൾ, ഈ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഇത്തരത്തിലുള്ള ദയനീയമായ കേസന്വേഷണത്തിന്റെ പരാജയത്തിന്റെ പരാതികൾ, ഇതൊക്കെ അന്വേഷിക്കാൻ അതിനെ സൂപ്പർവൈസ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ടിട്ടാണല്ലോ അദ്ദേഹത്തെ നിർത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, വാട്ട് ഈസ് എ പൊളിറ്റിക്കൽ സെക്രട്ടറി? ഹി ഷുഡ് അനലൈസ് ദ പൊളിറ്റിക്സ്, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ കേരള ആൻഡ് ഹി ഹാസ് റിപ്പോർട്ട് ടു CM ആൻഡ് ദ പാർട്ടി. അയാൾ ഉത്തരവാദിത്തല്ലേ? ഉണ്ടായിട്ടില്ലല്ലോ. അവിടെ പ്രശ്നം. പലതവണ താങ്കൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ട് നടന്നില്ല. ഇത് താങ്കളുടെ മാത്രം ഒരു പ്രശ്നമാണോ അതോ മറ്റ് MLA മാർക്കും ഇതുപോലെ ഉണ്ടാവും? അതെനിക്കറിയില്ല. ഈ മന്ത്രിമാർ വെടികൊണ്ട് മരിക്കാൻ തയ്യാറുള്ള MLA എത്ര ആളുണ്ടെന്ന് എനിക്കറിയില്ലേ. മനസ്സിലായില്ലേ? അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഓരോരുത്തരുടെയും ശേഷിയുടെ പ്രശ്നമാണ്. മനസ്സിലായി? ഇത് ചെറിയ കാര്യമില്ലല്ലോ. ഈ ഭരണം പോകും, ഇവരിൽ ബാക്കിയൊക്കെ അവിടെ ഉണ്ടാവുമല്ലോ. ഇവർക്ക് എന്ത് കള്ളക്കേസ് എടുത്തൂടെ? ഞാൻ ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ആലോചിച്ചു, മറ്റേ ചങ്ങാതി പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ, 25 കൊല്ലം എനിക്ക് സർവീസ് ഉണ്ട്, വിനീത വിധേയനായിട്ട് നിൽക്കും, നല്ല ലാഭന്റെ കച്ചവടമല്ലേ. ഇപ്പുറത്തേക്ക് ഈ ലെവലിൽ ഇറങ്ങിയാൽ എന്താ സ്ഥിതി? ഇവരൊക്കെ ഇവിടെ ഉണ്ടാവും. അല്ല, എന്റെ ആയുസ് പടച്ചം നിശ്ചയിക്കപ്പെട്ടതാണ്. മരണം നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട സമയത്തേക്ക് ആ മരണത്തിലേക്ക് നിങ്ങൾ നടന്നടുക്കുന്ന പറയുന്നത്. അതുകൊണ്ട് ഞാൻ മരണത്തിന് ഭയപ്പെടുന്നേ ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു എന്താ ചെയ്യേണ്ടത്. എന്റെ എന്നോട് പറഞ്ഞത് ഈ നാട് ഈ കോലത്തിലാണ്, എന്റെ ഉത്തരവാദിത്തമാണ്. അധികാരം എന്ന് പറഞ്ഞതിന് ഒരുപാട് ഐ ഹാവ് ടു ആൻസർ ടു മൈ ഗോഡ്. അപ്പോ എന്റെ മനസാക്ഷി എന്നെ തള്ളുകയാണ്. പറയൂ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഭാഗമായിട്ട് പറയാണ്. അജിത് കുമാറിനെതിരെ കുറെ ആരോപണം ഉന്നയിച്ചു. അതിൽ ചില കാര്യങ്ങളൊക്കെ വളരെ നമുക്ക് ഞെട്ടിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ CM പ്രൊട്ടക്ട് ചെയ്യുന്നത്? അദ്ദേഹത്തെ CM പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഞാൻ ഇപ്പതല്ലേ പറയുന്നത്. ഇന്നലെ ADGP പറഞ്ഞതാണ്. ഈ പറയുന്നതൊക്കെ അനലൈസ് ചെയ്യണ്ടേ? പെട്ടെന്ന് PV അൻവർ MLA ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എവിടെ MR അജിത് കുമാർ വാനങ്ങോട്ട് വിളിക്ക്, ഇറങ്ങിപ്പോ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അതൊക്കെ എന്റെ വഴിക്ക് നടക്കും. ഇതൊരു സിസ്റ്റം അല്ലേ. പാർട്ടിയുടെ പിന്തുണ എന്താ സംഭവം? ആ പാർട്ടിയിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് പിന്തുണ. ഐ ആം ദി പാർട്ട് ഓഫ് ദ പാർട്ടി. പിന്നെ എനിക്ക് പിന്തുണ. ഐ ആം ദി പാർട്ട് ഓഫ് ദ പാർട്ടി. ഐ ആം എ വർക്കർ ഓഫ് ദ പാർട്ടി. പിന്നെ എനിക്ക് പിന്തുണ ആവശ്യമില്ലല്ലോ. വീട്ടിൽ വന്നിട്ട് നിങ്ങൾ അച്ഛന്റെ മകനാണോന്ന് ആരെയും ചോദിക്കുമോ? അച്ഛന്റെ മകനല്ലേ. സർക്കാരിന് വിരുദ്ധമായി ഇങ്ങനെ സേനയിൽ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നു താങ്കൾ പറയുമ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറിയും അത്തരം വിരുദ്ധ നിലപാട് തന്നെയല്ലേ സ്വീകരിക്കുന്നത്? അതൊന്നും പൊന്നും മകനെ എനിക്കറിയില്ല. അപ്പൊ പറഞ്ഞ മലയാളത്തിലല്ലേ. ഈ മന്ത്രിമാരെ ബുദ്ധിങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ. മന്ത്രിമാരുടെ ഫോൺ കോളുകളൊക്കെ ചോർത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ഭരണ സംവിധാനത്തിൽ തന്നെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയല്ലേ? ആണല്ലോ. എന്നിട്ട് അത് തുറന്നു പോകുന്നത് നമ്മുടെ ഭരണ പരാജയം കൂടിയല്ല, അത് തിരുത്താനാവാതെ പോകുന്നത്. അത് ഭരണപരാജയമാണോ ഭരണത്തിന്റെ നന്മയാണോ? സാധാരണ നമ്മൾ ഈ പറയുന്ന ഇങ്ങനത്തെ ഒക്കെ ക്രൈസിൽ സാധാരണ ഒരു ഗവൺമെന്റ്
നമ്മളൊരു ഉദാഹരണം പറയാം, ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഇപ്പോൾ ചോർത്തിക്കൊണ്ടിരിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ ചോർത്താറുണ്ട്. എപ്പോഴാണ് ഇപ്പോൾ ഒരു ഗവൺമെന്റ് ഒരു പാർട്ട് മാറി അപ്പുറത്തേക്ക് പോയി അവിടെ ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നു. സ്വാഭാവികമായിട്ടാണ് ഈ പറയുന്ന ഇന്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചൊക്കെ ചിലപ്പം അങ്ങനെ പോകാൻ സാധ്യതയുള്ള നേതാക്കന്മാരുടെ MLA-മാരുടെ ഒക്കെ അങ്ങനത്തെ ഒന്നും സംഭവം കേരളത്തിലില്ലല്ലോ. ഇത് സീതാ നടന്നു പോകുന്ന ഒരു ഭരണകർത്താക്കൾ ആരൊക്കെയാണ് വിളിക്കുന്നത്. ഇപ്പം ഒറ്റ കാര്യം പറഞ്ഞു, ഇടവണ്ണ കേസ്, ഇടവണ്ണ ആ പെടി അതിലേക്ക് വരുന്നുള്ളൂ, ഒന്നും ഇപ്പം പറയുന്നില്ല. ഒറ്റ ഉദാഹരണം പറയാം. ആ കേസ് ആദ്യം നല്ല സ്ട്രെയിറ്റ് ആയിട്ട് സത്യസന്ധമായിട്ട് പോയിരുന്നത്. ആ കേസ് അന്വേഷിച്ചിരുന്നത് ബിജുവാണ്, തിരൂര് SP DYSP. അദ്ദേഹത്തിന്റെ ഫോണ് മുഴുവൻ ചോർത്തിയാര് സുജിത് ദാസ് അവനെ വിളിപ്പിച്ചു. നിങ്ങൾ കേട്ടോ, ഉത്തരവാദിത്തത്തിൽ കൂടി പറയുന്നത്. ഫോൺ കോൾ ഇങ്ങനെ ആ ലിസ്റ്റ് കാണിച്ചു കൊടുത്തു. ഞാൻ എന്താണോ മനസ്സിലായല്ലോ എന്ന്. അപ്പൊ ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് കേസ് നടത്തിക്കൊന്നത്. സുജിത് ദാസിന്റെ ആ കേസിലെ ഇന്റൻഷൻ എന്താണ് അതിന് അനുസരിച്ച് നടത്തിക്കൊന്നു. അപ്പോ ആരമുണ്ട് ബിജു ഇപ്പൊ തിരുവാലിക്കാരൻ എന്റെ നാട്ടുകാരൻ, ഇടവണ്ണ പഞ്ചായത്ത്. ഇപ്പൊ നമ്മളെ പോലീസുകാരൻ മരിച്ചില്ലേ, അത് നമ്മളെ പഞ്ചായത്തിന്റെ പത്തപിരി ശ്രീകുമാർ ബാക്കിൽ വരുന്നുണ്ട്. അതെ, അതേ മണ്ണ് കൊന്നിട്ടുണ്ട്, കൊല്ലിച്ചിട്ടുണ്ട്, ആത്മഹത്യ ചെയ്യിച്ചിട്ടുണ്ട്, നാട് വിട്ടിട്ടുണ്ട്, ജോലി രാജിവെച്ച് പോയിട്ടുണ്ട്, മാനസിക രോഗികളായ പോലീസുകാരുണ്ട്. ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അതെ അതെ അതെ, അതൊക്കെ ബോംബെ സ്റ്റൈലാണ്. മരിച്ചു, വെടി വെച്ചതാരാണ്, വെടി വെപ്പിച്ചതാരാണ്, വരാൻ പോകുന്നേ ഉള്ളൂ. ഈ MR അജിത് കുമാറിന്റെ ഈ ക്രമക്കേടുകളെ കുറിച്ച് പി ശശിക്ക് ബോധ്യമുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അയാളും ഭക്ഷണമല്ലേ കഴിക്കുന്നത്. പിന്നെ അങ്ങനെ പി ശശി നമ്മളെയൊക്കെ പോലെ ഭക്ഷണം കഴിക്കുന്നത്, മകളിലൊക്കെ ബുദ്ധി ഉള്ളൊരു വ്യക്തിയല്ലേ. പിന്നെ അപ്പൊ അങ്ങനെ അറിയാതെ പോകാൻ സാധ്യത ഉണ്ടോ? പിന്നെ അങ്ങനെ ബോധ്യമുണ്ടായിട്ടും പി ശശി എന്തിനാണ് MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത്? അല്ല, അത് നിങ്ങൾ അന്വേഷിക്കും. ആ ഒരു പണി നിങ്ങൾ എടുക്ക്, ഇത്രയും പണി എടുത്തില്ലേ. ഇപ്പോ MR അജിത് കുമാർ കൊല്ലിച്ചിട്ടുണ്ട്, അവരെ ആളുകളെ പ്രതികളെയും അതിന്റെ ആളുകളെയും കൊണ്ടുവരും എന്ന് പറഞ്ഞത് അത് എവിടുത്തെ കേസാണ്? അല്ല, അത് നമുക്ക് പിന്നെ പറയാം, വഴിയെ വരും. നിങ്ങളിതിൽ ആത്മാർത്ഥമായി എന്നെ നിങ്ങൾ സഹായിക്കണ്ട. എന്റെ കാര്യങ്ങൾ ഇത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടും, അതൊരു തർക്കമില്ല. ഞാൻ അത്രയും നല്ല ആളൊന്നും അല്ലല്ലോ. അപ്പൊ എന്റെ പിന്നാലെ കൂടാൻ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്, അത് നിങ്ങൾ വിട്ടേക്ക്. നമ്മൾ ആദ്യമില്ല ആ പൊസിഷനിൽ തന്നെ നമുക്ക് നിൽക്കാം, അതിനെനിക്ക് കുഴപ്പമില്ല. ഈ വിഷയം ദയവായി ഞാനാണ് ഉന്നയിക്കുന്നത് എന്ന നിലക്ക് നിങ്ങളതിനെ കാണുന്നത്, അത് നിങ്ങൾ കൊണ്ടുപോയിക്കോ. ഇത് നിങ്ങൾ ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. നമ്മളെ നാടിന് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യും. ഇനിയൊരു ഗവൺമെന്റ് വന്നാൽ ഇതൊന്നും കണ്ടെത്താൻ കഴിയില്ല. ഇതത്ര വലിയ മാഫിയ സംഘങ്ങളാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഒരു സോഷ്യൽ ഓഡിറ്റിംഗും ഇല്ലാത്ത ജനാധിപത്യത്തിലെ സംവിധാനം എന്ന് പറയുന്നത് എന്താ? ഒന്ന് പോലീസാണ്, വേറൊന്ന് മിലിറ്ററിയാണ്. ഇപ്പൊ ഒരു വില്ലേജ് ഓഫീസർ ന്യായമായിട്ടുള്ളൊരു കേസിന് ഒരു നികുതി ഷീട്ട് കൊടുത്തില്ല, അവിടെ പാർട്ടി പ്രവർത്തകർ, ജനങ്ങൾ, പൊതുപ്രവർത്തകർ ഇടപെടില്ല. എന്താണ് വില്ലേജ് ഓഫീസർ നിങ്ങളെ കൊടുക്കാത്തെന്ന് ചോദിക്കില്ലേ? പോലീസ് സ്റ്റേഷനിലേക്ക് എത്ര ആള് പോകും? അവിടെ പോയി 2 ശബ്ദട്ട എന്താ സ്ഥിതി? അവിടെ ഔദ്യോഗിക കൃത്യവേണം നടപ്പിലാക്കിയാണ് ആ വാതിലിന് തുറക്കുന്നതാണ്. ഏത് വാതില്? മറ്റേ കമ്പിട്ട വാതിലില്ലേ, അതിനുള്ളിൽ കണാക്കും, ട്രൗസർ ഊരിയാടെ നിർത്തും. എത്ര ആള് പോകും? ഈ തമ്മാടിത്തം ഇവിടെ നടക്കുന്നതിന്റെ കാരണം ഈ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വഴിയില്ലാത്തതുകൊണ്ടാണ്. പൊതുപ്രവർത്തകർ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാത്തോടത്തോളം കാലം ഈ അരാജകത്വം ഇവിടെ തുടങ്ങും. ഉദ്യോഗസ്ഥ ഈ പറയുന്ന സ്വജനപക്ഷപാതം ഉണ്ടാവും. നീതി ഇവിടെ നടപ്പിലാവില്ല. വളരെ അപൂർവ ആളുകളൊക്കെ നീതി നടപ്പാക്കാൻ സാധിക്കൂ. പോലീസ് സ്റ്റേഷനുകൾ ഈ പറയുന്ന ഒരു ക്രിമിനൽ സംഘങ്ങളുടെ കയ്യിലേക്ക്, അത് നയിക്കുന്നവരുടെ കയ്യിലേക്ക് കൊടുത്താൽ ഈ പുതിയ തലമുറ കയറി വരുന്ന പോലീസുകാർ എന്താ കാണുന്നത്? ഈ സാജൻസ് കരയിൽ നിന്ന് കാശ് വാങ്ങിയവൻ, ഈ രാജ്യദ്രോഹിയിൽ നിന്ന് കാശ് വാങ്ങിയവൻ ഈ സേനയെ നയിച്ചാൽ ഇതൊക്കെ താഴെയുള്ളവർക്ക് അറിയില്ലേ? ഈ കോക്കസിൽ അറിയില്ലേ? ഞാൻ ഇപ്പൊ രാവിലെ 8 മണിക്ക് എന്റെ വീട്ടിന്റെ പരിസരത്ത് ഒരു IPS ഓഫീസറെ കണ്ടിട്ടാ വരുന്നത്. എന്തെല്ലാം ഇൻഫർമേഷൻ. എന്നെ നേരിട്ട് ബന്ധപ്പെടാൻ കഴിയാത്തവർ പല വഴിക്കും നമ്മൾ ആക്സസ് ചെയ്യുന്നു. എന്തെല്ലാം ഈ നാട്ടിൽ നടക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഇത് നിർത്തണോ? ഞാനിത് ആകാശം ഇടിഞ്ഞു വിടാൻ നിർത്തില്ല. അല്ല, ശശിധരൻ വേറൊരു രീതിയാണ്. ശശിധരൻ യഥാർത്ഥത്തിൽ ഈ ഫോൺ കോളിൽ നിങ്ങൾക്ക് കേൾക്കാം സുജിത് ദാസ് പറയുന്നത്. എന്താ പറയുന്നത്?
ശശിധരൻ അങ്ങനെ മണ്ണും കല്ലും പിടിച്ച് അങ്ങനെ ഓടട്ടെ. DGPയുടെ എല്ലാ കൊട്ടേഷനും നടത്തി കൊടുക്കാനാണ് അവൻ മണ്ണിന്റെ പിന്നിൽ പോണത്. ഈ സ്റ്റേറ്റ്മെന്റിൽ അത് സുജിത് ദാസ് പറയുന്നുണ്ട്. ഈ കോളാണോ എന്ന് എനിക്കറിയില്ല, കാരണം ഈ കോളോണ്ട് ഞാൻ കൺഫ്യൂസ്ഡാണ്. സുജിത് ദാസ് പറയുന്നുണ്ട് ഈ MR അജിത് കുമാർ കൊല്ലേണ്ടി വന്നാൽ കൊല്ലും, പിന്നെന്താ കൊല്ലിക്കുന്നു. ഇത് പറയുന്നുണ്ട്. ഇതിലാണെന്ന് അറിയില്ല. നിങ്ങൾക്ക് പണിയുണ്ട്, ഇനിയും വരുന്നുണ്ട് സാധനം. ആരാ പറയുന്നത്? ഒരു IPS ഓഫീസർ, കേരളത്തിന്റെ ഏറ്റവും ഉന്നതനായ പോലീസ് ഓഫീസർ പറയാം അയാൾ കൊല്ലും ചെയ്യും കൊല്ലിക്കും ചെയ്യും കേട്ടോ. ആ വാക്കിൽ ചെറിയ ഒന്ന് കൊല്ലുമെന്നല്ലേ ക്ലിയറാ. രണ്ടാമത്തെ വാക്ക് എനിക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ കൈക്കൂട്ട സ്വർണ്ണക്കടത്ത് പിടിച്ചു എന്ന് പറഞ്ഞ പേരിൽ സ്വർണ്ണക്കടത്തിന് കൂട്ടുനിൽക്കുമായിരുന്നു, അങ്ങനെയാണ് തന്നെയാണ് പാർട്ട് ഓഫ് ദാറ്റ്. ഞാൻ മിനിയാന്ന് ആരെ പത്രക്കാർ ചോദിച്ചു സുജിത് ദാസ് ഈ സ്വർണ്ണക്കേസിൽ പൈസ ഉണ്ടാക്കി. ഞാൻ എനിക്കറിയില്ല ആ കാര്യം. എനിക്കന്ന് അറിയില്ലായിരുന്നു. കുറെ ഇൻഫർമേഷൻ എൻ്റെ അടുത്തുണ്ടായിരുന്നു, പക്ഷെ അത് എനിക്ക് കിട്ടിയത് രണ്ടും കൂടി മാച്ച് ആവുന്നില്ലായിരുന്നു. അപ്പൊ നമ്മൾ അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇന്നലെ രാത്രിയോട് കൂടിയിട്ടാണ് മിനിയാന്ന് രാത്രിയോട് കൂടിയിട്ട് ക്ലിയർ പ്രൂഫ് എവിഡൻസ് കസ്റ്റംസ് ഇവർ ട്രാൻസ്ഫർ ചെയ്ത വാട്സാപ്പ് മെസ്സേജുകൾ കസ്റ്റംസ് ഓഫീസേഴ്സ് വരാൻ നമുക്കതേക്ക് അടക്കട്ടെ. ഈ ശശി CPM-ന്റെ മുതിർന്ന നേതാവാണ്. ഞാൻ പറഞ്ഞല്ലോ പാർട്ടിയിലെ പരാതി പട്ടികയിൽ ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ ശശി എന്ന് പറയുന്നത് പാർട്ടിയുടെ നേതാവും പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അപ്പൊ അദ്ദേഹത്തോട് പറയുമ്പോൾ പാർട്ടിയിലെ പരാതിയായി, പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പരാതിയായി. അല്ല, അദ്ദേഹത്തിനെതിരെ ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ നേരത്തെ അദ്ദേഹത്തിനെതിരെ ഞാൻ ആർക്കെതിരല്ല. ഞാൻ ജനങ്ങളോട് എനിക്ക് കിട്ടിയ അറിവ് പങ്കെടുക്കുക, ആർക്കെതിരല്ല. ഇന്നിപ്പോ IPS ഓഫീസർ വീട്ടിലുണ്ട്, താങ്കൾ സഹായിക്കാൻ വന്നാലോ അതോ ഉപദ്രവിക്കാൻ വന്നോ? എന്നെ സഹായിക്കാൻ വന്ന. അതായത് ഈ ക്രമക്കേടുകളെല്ലാം പുറത്ത് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ ഉദ്യോഗസ്ഥരുണ്ട്. ബഹുഭൂരിപക്ഷം. അതായത് IPS റാങ്കിലെ ഒരു അക്കോർഡിംഗ് ടു മീ ഞാൻ മനസ്സിലാക്കുന്ന ഒരു 70% ആളുകൾ ഇത് പുറത്തു വരണം. അതിന് താഴെ 99.9%. ഈ ആ 0.% എന്ന് പറയുന്നത് ഈ ഡാൻസ് ഓഫ് പോലത്തുള്ള ഇവരുടെ ഈ ക്രിമിനൽ സംഘം മാത്രമാണ്. മാത്രം അവരെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഈ മാധ്യമപ്രവർത്തകരുടെ ഫോൺ അടക്കം ചോർത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഈ ജോലിമാർ മുന്നോട്ട് പോകാൻ കഴിയും? വളരെ പ്രയാസമാണ്. അതിന് തെളിവുകളുണ്ടോ? തെളിവുണ്ടോ? ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അന്വേഷണ വിധേയമാകില്ല. ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു ഡീറ്റെയിൽ സ്റ്റേറ്റ്മെന്റ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ സമർപ്പിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് തന്നെ സമർപ്പിക്കും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട്. എന്നിട്ട് എന്റെ ഡിമാൻഡ് അതില് ഈ പറയുന്ന കാര്യങ്ങള് ഒരു റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ പോലീസിലെ ഏറ്റവും ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കിയിട്ട് വിശ്വസ്തരായ ഈ നാടിനോട് കമ്മിറ്റ്മെന്റുള്ള IPS ഓഫീസർമാർ, പോലീസുകാർ, DYSമാർ, CIമാർ, SIമാർ കൂടുന്ന ഒരു കൃത്യമായ സംഘത്തെ ഉണ്ടാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മോണിറ്ററിംഗിൽ ഈ അന്വേഷണം നടത്തണമെന്നുള്ള അപേക്ഷ കൊടുക്കും. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ചോദിക്കുകയാണ്, അൻവറിന് ഇത് പരസ്യമാക്കുന്നതിന് മുൻപ് എന്നോടൊന്ന് പറഞ്ഞുകൂടായിരുന്നു എന്നൊരു ചോദ്യം വരില്ല സ്വാഭാവികമായിട്ടും? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങനെ ചോദിക്കാനുള്ള സാധ്യതയില്ല. അയാള് നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞോ, ഞാൻ മനസ്സിലാക്കിയ എന്റെ മുഖ്യമന്ത്രി അയാള് അങ്ങേയറ്റം സത്യസന്ധനായി ജീവിക്കുന്ന വ്യക്തിയാണ്. അങ്ങേയറ്റം. അയാളിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. ഇന്നലെ ഗവർണർ മാഷ് പറഞ്ഞത് പാർട്ടിക്ക് മുകളിൽ ആരെയും കൊല്ലാൻ അനുവദിക്കില്ല. അങ്ങയുടെ വാർത്താ സമ്മേളനവും അനുബന്ധമായ കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചു ചോദിച്ചപ്പോൾ അങ്ങനെ മാഷ് പറയും ഒന്നും കൂടി തന്നെ പാർട്ടിക്ക് മുകളിൽ വളരാൻ ആരെയും അനുവദിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് അങ്ങനെയുമായി ബന്ധപ്പെട്ടാണെന്ന് കരുതുന്നുണ്ട്. എന്താ ചോദ്യം? ഏത് ചോദ്യത്തിന്റെ ഉത്തരം? അതായത് അല്ല നിൽക്കട്ടെ, അവിടെ നിൽക്കട്ടെ. ചോദ്യം എന്താ? ഈ പത്രസമ്മേളനമൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇരിക്കുന്ന പത്രക്കാരൻ ചോദിക്കുന്നു, PV അൻവർ പാർട്ടിക്ക് മുകളിലേക്ക് വളരുന്നു. എന്താ മൂപ്പര് പറയാം? വളരുന്നുണ്ടെന്നോ? ആണോ? ഇറ്റ്സ് എ കോമൺ ക്വസ്റ്റ്യൻ, ഇറ്റ്സ് എ കോമൺ ആൻസർ. പാർട്ടിക്ക് മുകളിൽ ആരും വളരൂല. അതിങ്ങനെ അങ്ങോട്ട് വളക്കുക. ആ വളവ് എൻ്റെ അടുത്ത് നിങ്ങൾ വളച്ചോ, അത് ഞാൻ നീർത്തും. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തും ചോദിക്കാട്ടോ. എനി ക്വസ്റ്റ്യൻ. എല്ലാ കാര്യങ്ങളും MLA-ക്ക് കിട്ടുന്നുണ്ട്. ഫോൺ വിളിച്ച് ഉൾപ്പെടെ MLA-ക്ക് ആരെങ്കിലും ഫോൺ ചോദിച്ചിരുന്നുണ്ടോ? പിന്നെ നമ്മുടെ സംവിധാനം തന്നെ ഒരുക്കിയിട്ടില്ലേ? സംഭാഷണം അത് നമുക്ക് ഓഡിയോ ഒന്ന് കേൾക്കാം. അപ്പൊ നമുക്ക് ചിലതൊക്കെ ചോദിക്കണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ടതല്ല. ഇങ്ങനെ ഒരു വാർത്ത ചോദിക്കുന്നത് ഇന്നലെ ACC മെമ്പർ സീനിയർ ഹോസ്പിറ്റൽ കോൺഗ്രസിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് പ്രസ്താവന. അയ്യോ, എനിക്ക് ആ പാർട്ടിനെ പറ്റിയ ഒന്നും അറിയില്ല. കോൺഗ്രസിലെ പവർ ഗ്രൂപ്പ് അല്ലേ? സിനിമയിലേക്കാണ് മോശമാണെന്നാണ് പറയുന്നത്. എന്റെ അമ്മച്ചിയെ, ഇതൊക്കെ നടക്കും. അപ്പൊ നമുക്കിത് വെക്കാം അല്ലേ?
കഴിഞ്ഞിട്ട് മാറിപ്പോയാലും പ്രശ്നമാണ്. ആ പുറത്തിറങ്ങിയത് എങ്ങനെയാണല്ലോ. പുറത്തിറങ്ങിയത് എങ്ങനെയാണല്ലോ, തിരക്ക്. പിന്നെ ഈ ആളുകളിൽ വണ്ടിയിൽ നിന്നൊന്നും സംസാരിക്കാൻ കഴിയില്ലല്ലോ. നിങ്ങൾക്കൊക്കെ അറിയാലോ. ശരിക്കും നമ്മളെ താനൂർ ഇഷ്യൂ എങ്ങനെയാ മരിച്ചത്? അത് അവന്റെ മരണകാരണം എന്താ? ഞങ്ങൾ ആ സമയത്ത് ടോമിൻ തച്ചങ്കരി സാറിന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ ആയിരുന്നു എവിടെ, തിരുവനന്തപുരത്ത്. അപ്പൊ ഞാനും എന്റെ ഒരു ഷഹൻഷ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരുകാരൻ പയ്യനുണ്ട്, അവൻ 21 ബാച്ചാ. അവൻ താനൂർ SHO ആയിട്ട് ഞാൻ ചാർജ് കൊടുത്തിരിക്കുക. അപ്പൊ അവന് അവിടെ ഉണ്ടായിരുന്ന ഉറപ്പിട്ട കേസിൽ പ്രതിയായി പോയനെ. അപ്പൊ എന്തോ അവന്റെ വാപ്പ ഉമ്മയൊക്കെ ചെയ്ത പുണ്യം ആയിരിക്കാം. അവനും അന്ന് ആ തച്ചങ്കരി സാറിന്റെ ഫംഗ്ഷന് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ അവൻ തലശ്ശേരി ASP ആയി. ജനുവരി 1 SP ആവും. അപ്പൊ ആ കേസിൽ ബുക്ക് ചെയ്യപ്പെട്ട പോലീസുകാരൊക്കെ സ്ഥിതി എന്താണ് യഥാർത്ഥത്തില്? ഹലോ, പോലീസുകാര് ബുക്ക് ചെയ്ത കേസിൽപ്പെട്ട ഹലോ അവർക്കെല്ലാം ജാമ്യം കിട്ടി. അല്ല, എന്താണ് ചാർജ് ഷീറ്റിൽ അവരെ സിറ്റുവേഷൻ എന്താണ്? ചാർജ് ഷീറ്റ് ആയിട്ടില്ല, അവരിപ്പോഴും അന്വേഷണത്തിൽ തന്നെയാണ്. കുടുങ്ങാതെ, കാരണം ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു മനഃപൂർവ്വമായിട്ട് ഒരു കുറ്റം ചെയ്യണം എന്നുള്ള ഉദ്ദേശം എന്ന് പറയുന്ന സാധനം നമ്മുടെ ഭാഷയിൽ മെൻസറിയ എന്ന് പറയും. അത് ഉള്ളപ്പോഴാണല്ലോ ശരിക്കും ഒരു കുറ്റവാളിയാകുന്നത്. ഇത് MDMA ഉപയോഗിച്ച ആൾക്കാരെ പിടിക്കണം എന്നുള്ള ഉദ്ദേശമല്ലാതെ ഇവനെ തല്ലിക്കൊല്ലണം എന്നുള്ള ഉദ്ദേശമില്ല. നമ്മൾ ഇടുക്കിയില് കൂട്ടക്കാലം മറ്റേ ഉരുട്ടിക്കൊല്ലയൊക്കെ നോക്കുമ്പോ 4 ദിവസമൊക്കെ വെച്ച് അടി കൊടുത്ത് ശരീരത്തിന്റെ സകലമാന ഭാഗവും ചതച്ച് പറയിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള സാധനമാണ് ഇത്. അങ്ങനെ ഒരു സാധനമേ അല്ലല്ലോ. ഇന്റൻഷൻ ഇല്ല ഇതിൽ, ഇന്റൻഷൻ ഇല്ലല്ലോ. ഇതിൽ MDMA ഉള്ളവരെ പിടിച്ചു പിരിങ്ങിയിട്ടുള്ള കാര്യം കൂടെ നിൽക്കുന്നതിനും അറിയത്തില്ല, പിടിച്ച പോലീസുകാർക്കും അറിയത്തില്ല. അപ്പോഴുണ്ടാകുന്ന ഒരു മനഃപൂർവ്വമല്ലാത്ത ഒരു ജീവൻ പോയാൽ എന്തായാലും ജീവൻ പോയി, അതിനിപ്പോ വേറെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അല്ല, അത് പോസ്റ്റ്മോർട്ടത്തിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അതുണ്ട്. അത് ഇവർക്ക് ഫേവറബിൾ ആവുമല്ലോ അല്ലെ? പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകർ ഒരു മനഃപൂർവ്വമായിട്ട് കുറ്റം ചെയ്യേണ്ട ഉദ്ദേശം ഇല്ലാതെ, എന്നാൽ ആ ഒരു അവസ്ഥയിൽ, നിസ്സഹായ അവസ്ഥയിൽ അവര് ആയിപ്പോയി 90 ദിവസം ജയിലിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ മാനസിക ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുമല്ലോ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. അതെ, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ബാക്കി നമ്മൾ എന്തായാലും നോക്കണം. ഇപ്പൊ നമ്മുടെ വിഷയം ഇപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഒറ്റക്കതിൽ തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നല്ലേ. ഇന്ന് വന്ന സജഷൻ എന്താ വെച്ചാല്, ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിച്ചു, എന്നോട് പറഞ്ഞ കാര്യങ്ങളും അവർക്കും ഏകദേശമൊക്കെ അറിയാൻ തോന്നുന്നു, എനിക്കറിയില്ല. എല്ലാവർക്കും അറിയാലോ. അപ്പോ ഇതില് നമുക്ക് കിട്ടേണ്ട വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ ഇപ്പൊ ഇന്ന് കിട്ടിയിട്ടില്ല. ഈ എന്താ പറയാ, മറ്റേ സിനിമാ കേസ് ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട് അതിന്റെ പൊളിറ്റിക്കൽ ഡിസ്കഷനും പ്രശ്നങ്ങളുമാണ്. അപ്പൊ നാളെ ഒരു ഫൈനൽ ഡിസിഷൻ കൂടി ആലോചിച്ചെടുക്കുക എന്നാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ഞാൻ വീണ്ടും ഒരു സഹോദര സ്ഥാനത്ത് നിന്നിട്ട് ഞാൻ MLA ചോദിക്കുകയാണ്. ഞാൻ എന്റെ ഒരു 5 മിനിറ്റ് ഒന്ന് കേൾക്കണം. എന്റെ മാനസികാവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ്. അൽമാഷിന് ഫുൾ ആയിട്ട് ഇൻ ആൻഡ് ഔട്ട് അറിയുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഇൻട്രൊഡക്ഷൻസിന്റെ ആവശ്യമില്ല. ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റ് 1 തൊട്ടിട്ട് ഞാൻ മറ്റൊരു മാനസികാവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുക ഈ കസ്റ്റഡിയെടുത്ത് കാരണം. അപ്പം ഞാൻ ആകെ ഒരു തകർന്ന തരിപ്പണമായി നിന്ന് ഞാൻ ഇപ്പൊ എനിക്ക് ആ ജില്ലയിലോട്ട് ഇപ്പൊ വണ്ടി കൊണ്ട് പാസ് ചെയ്യാൻ പോലും പേടിയാ. എന്റെ മെന്റൽ അവസ്ഥ ഞാൻ പറയുന്നത് കേട്ടോ. ഒരു കല്യാണത്തിന് വിളിച്ചാൽ പോലും എനിക്ക് ഞാൻ ഇല്ല എന്ന് പറയുന്നത് എനിക്കൊന്നും തോന്നരുത്. കാരണം എനിക്ക് ഒരു മനസ്സിനുള്ളിൽ ഒരു ഭയം, എന്റെ 1.5 വയസ്സുള്ള കൊച്ചിനെ പോലും മര്യാദയ്ക്ക് നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. അപ്പം ആ ജില്ലയിലേക്ക് ഒന്ന് മനസ്സുകൊണ്ട് പോലും, ആരെയും ഭയന്നിട്ടൊന്നുമല്ല, മനസ്സുകൊണ്ട് ഞാൻ തയ്യാറല്ല. അത്രയ്ക്കും എനിക്കൊരു ഡിസ്റ്റർബൻസ് തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ടോട്ടലി നെഗറ്റീവായിട്ടിരിക്കുമ്പോൾ ഞാൻ അത്രയും മാറി നിന്ന് ഒരു 8 മാസം കഴിയുമ്പോഴും കഴിഞ്ഞ് ഇപ്പൊ ഒരു 9-10 മാസമായി ഞാൻ അവിടുന്ന് പോകുന്നുണ്ട്. വീണ്ടും ഇതിന്റെ ശരിയോ തെറ്റോ നന്മയോ തിന്മയോ അല്ല, വീണ്ടും വലിച്ചടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല ലിറ്ററലി പറഞ്ഞാൽ. അതിനകത്ത് മറ്റു വികാരങ്ങളല്ല, എനിക്ക് എത്രത്തോളം MLA മനസ്സിലാക്കുന്ന എനിക്ക് അറിയത്തില്ല. എനിക്ക് ഭയങ്കര ഡിസ്റ്റർബിങ്. ഇന്ന് ഞാൻ ശരിക്കും ഒരു ജോലിയും എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് എന്റെ ഒരു പ്രശ്നം. അപ്പം ഇപ്പം മറ്റൊരു കുറ്റവാളിയായ ഒരു പോലീസുകാരൻ കൊടുക്കുന്ന പരാതിയെ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല. പക്ഷെ അത് MLA പോലെ ഒരു വലിയൊരാള് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നു. അത് എന്റെ ചിന്തകളുടെ പ്രശ്നങ്ങളും എന്റെ മാനസികാവസ്ഥയുടെ പ്രശ്നങ്ങളാണ്. അപ്പം
അതിന് നമ്മളൊരു 25-30 വർഷമെങ്കിലും എന്നെ പോലെയുള്ളവനെ DIG-യോ IG-യോ ആയിട്ടൊക്കെ സഹിച്ചേ പറ്റും നിങ്ങളുടെ രീതിയിൽ. അപ്പം ആ ഒരു ബന്ധത്തിന്റെ പേരിലെങ്കിലും MLA എനിക്ക് വേണ്ടി എനിക്കറിയാം ശശിയോട് ഒരു ദേഷ്യം നിങ്ങളുടെ ഒരു MLA എന്നുള്ള ഒരു രീതിയിൽ ആദ്യത്തെ അനുഭവം എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുണ്ടാവാം. അത് എങ്ങനെയെങ്കിലും പൊക്കോട്ടെ, പക്ഷെ എന്നെ ഒന്ന് ഒഴിവാക്കണം. കാരണം ഞാനൊന്ന് മാനസികമായിട്ടൊന്ന് സമാധാനത്തോടെ ഒന്ന് ജീവിച്ചോട്ടെ എന്നുള്ള ഒരൊറ്റ സാധനമാണ് അത് എന്ന് ഞാൻ MLAയോട് ഒരു കടപ്പാടുണ്ട്. അതെ, ഇതിപ്പോ ഇന്നലെ എന്നോട് പറഞ്ഞത്, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു മനുഷ്യൻ കാല് പിടിച്ച് പറയുമ്പോ, മാത്രമല്ല ഇത്രയും എന്താ പറയാ ജൂനിയർ, ഇനിയും 10-20 വർഷം സർവീസിലൊരു വ്യക്തിയാണ്. ഇപ്പൊ നമ്മളായിട്ട് അദ്ദേഹത്തെ കുളത്തിലിറക്കരുതല്ലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇന്നലെ പറഞ്ഞ അഭിപ്രായമാണ് അവരും പറയുന്നത്. ഇതിങ്ങനെ ഈ പുകഞ്ഞു നിൽക്കുന്നതുകൊണ്ട് അതൊരു അന്വേഷണം നടത്തി അങ്ങോട്ട് അവസാനിപ്പിച്ചാൽ അദ്ദേഹത്തിന്റെ പ്രശ്നം തീരുമല്ലോ. അത് അന്വേഷിക്കാനായിട്ട് ഓൾറെഡി ഒരു പരാതി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ശ്രീജിത്ത് മുറ അയാളൊരു ലോ പ്രൊഫൈൽ പേഴ്സൺ ആണ്. അയാളുടെ പരാതിയിൽ അത് അന്വേഷിച്ചാൽ അതിന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നടപടി നടന്നോട്ടെ. പക്ഷെ MLA പോലെ ഒരു സ്റ്റേറ്റ് മുഴുവൻ അറിയപ്പെടുന്ന ഒരു MLA ആ പരാതി വരുമ്പോ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന മാനദണ്ഡം മാറിപ്പോവാ. അത് ഒരു ലോ പ്രൊഫൈലിൽ നിന്നും ഒരു ഹൈ പ്രൊഫൈലിലേക്ക് പോവാ. മറ്റേ പരാതിയിൽ അന്വേഷണം എന്ത് വേണമെങ്കിലും നടന്നോട്ടെ, അത് അന്വേഷിക്കുന്ന ആൾക്കാർ അന്വേഷിച്ച് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷെ MLA പരാതി കൊടുക്കരുത്, അതാണ് എന്റെ ഒരു റിക്വസ്റ്റ്. പരാതി നമ്മൾ കൊടുത്തല്ലോ SP. അതൊന്ന് എനിക്ക് വേണ്ടി ഒന്ന് അത് വിഡ്രോ ചെയ്തൂടെ? അല്ല, എങ്ങനെ നമ്മളത് വിഡ്രോ ചെയ്യാൻ പറ്റും? നമ്മൾ മെയിൽ ചെയ്തല്ലേ? എന്താ അത് മെയിൽ ചെയ്തതാണ്. മെയിൽ പറഞ്ഞ പരാതി തുടരാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പോലെ തീരില്ലേ? അല്ല, നമ്മളത് പരാതിയിലും ഇനി ചാടി വീഴാൻ നിൽക്കണ്ട, അതോട് കൃത്യമായി പറയാണ്. MLA ആ പരാതി പിൻവലിച്ചാൽ കൊടുത്ത പരാതിയിൽ എനിക്ക് ഇനി പരാതി ഇല്ല എന്ന് പറഞ്ഞ് ഒരു മെയിൽ കൊടുത്താൽ മതി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നുണ്ട്, അങ്ങനെ കൊടുക്കാൻ പറ്റും, എനിക്ക് പൊതുപ്രവർത്തനം നടത്തണ്ടേ, എനിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഞാൻ ഇവരുടെ ഈ ക്രിമിനൽസ് എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇട്ടു. അല്ല, അത് നിങ്ങൾക്ക് മായ്ക്കാൻ കഴിയില്ലേ? നിങ്ങളുടെ ഈ സംവിധാനമൊക്കെ ഉള്ളതല്ലേ, SP-ക്ക് ഇടപെട്ടിട്ട് അത് മായ്ക്കാലോ. അപ്പൊ പിന്നെ അതങ്ങനെ അങ്ങോട്ട് പോയിക്കോളും. ഞാൻ പിൻവലിച്ചു പറഞ്ഞൊരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ അത് എന്നെ ബാധിക്കും. അതുകൊണ്ട് അപ്പോൾ പുള്ളി പറയുന്നുണ്ട്, അപ്പം പറഞ്ഞു നിങ്ങൾക്ക് അവിടുത്തെ സൈബർ സെല്ലിലൊക്കെ പ്രവർത്തിക്കുന്ന പോലീസുകാരൊക്കെ നിങ്ങളെ ആളുകൾ തന്നെയല്ലേ, അവരോട് പറഞ്ഞാൽ പോലെ. അല്ല, അത് ഒരിക്കലും നടക്കില്ല, ആ സിസ്റ്റത്തിലുണ്ട്, നടക്കില്ല അവരുന്ന്. അപ്പം MLA ഇത് മായ്ക്കാൻ പറഞ്ഞെന്ന് പറയാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് അത് പറയുന്നത്. ഞാൻ ഈ ഒരു ഉദ്ദേശത്തിലാണ് അങ്ങനെ ക്വസ്റ്റ്യൻ അദ്ദേഹത്തിന് പുട്ടപ്പ് ചെയ്യണത്. നമ്മൾ തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ അത് പുറത്തിറങ്ങിയാൽ അത് വളരെ മോശമല്ലേ? നമ്മളൊരു SP നേരിട്ടല്ലല്ലോ ഹാൻഡിൽ ചെയ്യുക, അവിടെ ഓഫീസിൽ വരുന്ന സ്റ്റാഫല്ലേ ഇത് ഹാൻഡിൽ ചെയ്യുക. നമുക്ക് ആ സിസ്റ്റത്തിൽ നിന്ന് മായ്ക്കാൻ എന്താ ഞാനിപ്പോ മനസ്സിലാക്കിയിരിക്കുന്നത് SP-ക്ക് കൊടുത്ത പരാതി അവിടുത്തെ ക്യാമ്പ് ഓഫീസാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം അതിന്റെ പുറത്തേക്ക് ഒരാളും അത് അറിയാനും പോണില്ല. അപ്പം മേൽ പറഞ്ഞ പരാതി തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ അൽമാഷ പോലും എന്റെ അടുത്ത് പറഞ്ഞ അങ്ങനെ കേട്ടോ, MLA-യോടുള്ള സ്വാതന്ത്ര്യം കൊണ്ടായിരിക്കും അങ്ങനെ എന്റെ അദ്ദേഹം പറഞ്ഞത്. ഞാനത് അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹം അങ്ങനെ ചെയ്യാന്ന് തന്നെ എനിക്ക് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് അദ്ദേഹത്തിനോടുള്ള സ്വാതന്ത്ര്യം കൊണ്ട് പറഞ്ഞാണ്, വേറെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ തമ്മിൽ എത്രത്തോളം ആത്മബന്ധം ഉണ്ടോ അത്രയും പോലും ഇല്ലെങ്കിൽ പോലും ഒരു സഹോദരി ബന്ധം ഉള്ളതുകൊണ്ടാണ് എന്റെ അടുത്ത് ആ ഫ്രീഡത്തിൽ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, നമുക്കിപ്പോ ഇതിൽ ഇലക്കും മുള്ളിനും കേടില്ലാതെ ഈ വിഷയം ആ കൊടുത്ത മെയില്, ആ മെയിലിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്യാൻ എന്താ മാർഗം? അതിന് വേറെ വഴിയില്ല. അത് ഓൾറെഡി അത് പ്രിന്റ് എടുത്തു, ഈ ശശിനെ കാണിച്ചിട്ടുണ്ട് അവര്. അയാൾ അവിടെ ഇല്ല, അയാൾ 2 ദിവസം ലീവാണ്. അപ്പൊ അവരെ അറിയിച്ചിട്ടുണ്ട്. അല്ല, അത് ശശിയല്ല, മലപ്പുറം SP ഇപ്പൊ അത് അറിയുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഈ പോലീസുകാരൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ബന്ധമുണ്ടോ? ഇത്രയും കാലം ഇവിടെ വർക്ക് ചെയ്ത് ഇപ്പൊ നമുക്ക്. അല്ല, ഞാൻ നേരിട്ട് അവരോട് ആരോട് സംസാരിച്ചിട്ടില്ല. ഈ ശശി ഇത് അറിഞ്ഞപ്പോ ശശി ഇത് DIG-നെ അറിയിച്ചു. അപ്പൊ DIG ആണ് എന്നെ വിളിച്ചറിഞ്ഞ, സുഹൃത്തെ ഇങ്ങനെ അൻവർ MLA സാർ എന്താ ഇങ്ങനെ നീയോട്ട് നല്ല ബന്ധമല്ലേ, എന്താ ഇപ്പൊ സാർ ഇങ്ങനെ ഇതിന്റെ അകത്ത് ഇങ്ങനെ വിഷയം ഇല്ലാതെ നിന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? ഞാൻ പറഞ്ഞു, എന്നോട് ഒരു ദേഷ്യമില്ല, 3 വർഷം ഞാൻ നല്ല ബന്ധം തന്നെയായിരുന്നു, വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും. അപ്പൊ എന്നോട് അങ്ങനെ അദ്ദേഹത്തിന് വന്നിട്ട് കാര്യമില്ലായിരുന്നു. ശശിയോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവാം, പക്ഷെ അല്ലാതെ എന്റെ അടുത്ത് അങ്ങനത്തെ ഒരു വികാരം അദ്ദേഹത്തിനില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നീ ഒന്ന് അദ്ദേഹത്തിനോട് സംസാരിക്കുകയോ മറ്റോ ചെയ്യും, ഇങ്ങനെ സാറൊക്കെ അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് അനാവശ്യമായിട്ട് അനാവശ്യമായ ഒരു കോൺട്രവേഴ്സിയാണ്. മീൻസ് സാർ ഒരിക്കലും മറ്റു പരാതി നടന്നു പോകട്ടെ, പക്ഷെ സാർ ഒരിക്കലും അത് വന്നു കഴിഞ്ഞാൽ അത് മറ്റൊരു ഹൈ പ്രൊഫൈലിലേക്ക് അത് വെറുതെ പോകും. അപ്പം അത് നീ സാറിനോട് സംസാരിക്കുന്നു പറഞ്ഞു. ഇപ്പൊ അന്വേഷിക്കുന്നപ്പോ നമ്മളെ DIG ആണ് കോഴിക്കോട്, അതോ അല്ല തൃശ്ശൂര്. പുള്ളിയാണ് ഇപ്പൊ അന്വേഷിച്ചോണ്ട്. അതെ, എനിക്ക് വേണ്ടി നിങ്ങളൊന്ന് ഇത് ചെയ്യുക. തൃശ്ശൂർ DIG-നെ SP-ക്ക് മാനേജ് ചെയ്യാൻ പറ്റൂലേ? ഇല്ല, അവരൊക്കെ ട്രാൻസ്ഫർ ആയി പോവാണേ.
നാളെ അവര് റിലീവ് ചെയ്യാണ്. അല്ല ഇപ്പൊ അടുത്ത ആള് വന്നാലും നിങ്ങളെ ഗ്രൂപ്പിൽപ്പെട്ട അങ്ങനെ മാനേജ് ചെയ്യാനല്ലല്ലോ. അപ്പൊ അതിന്റെ അകത്ത് എനിക്ക് ഒറ്റ റിക്വസ്റ്റ് MLA-യോടുള്ളൂ. MLA കൊടുത്ത പരാതി ഒന്ന് വിഡ്രോ ചെയ്യണം. അത് എന്റെ പേഴ്സണൽ റിക്വസ്റ്റാ. അല്ല ഇപ്പൊ പറയുന്നത് ഇറ്റ്സ് ഓക്കെ. ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ പരാതി അവിടെ ഈ സിസ്റ്റത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ എന്താ മാർഗം? നമ്മൾ പരാതി അതിന് ഒരു വഴിയില്ല. MLA ഇങ്ങനെ ഒരു പരാതി കൊടുത്താൽ അതിന് അടുത്തൊരു കണക്റ്റിംഗ് മെയിലായിട്ട് ഈ പരാതി തുടരാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒരു മെയിൽ അയക്കുന്നതല്ലാതെ വേറെ ഒരു വഴിയില്ല. അല്ലെങ്കിൽ MLA-യോട് അങ്ങോട്ട് പറയത്തില്ലേ ഒരു സ്മാർട്ടായിട്ട് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന്. ഒരു കാര്യത്തിന് നിങ്ങൾ എനിക്കും എന്റെ സമാധാനത്തിനെങ്കിലും ഇതൊന്ന് ചെയ്യും പ്ലീസ്. ഞാൻ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാം. ഞാൻ നോട്ടീസ് നാളെ നമുക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാം. അപ്പൊ ഞാനിത് ഇങ്ങനെ ഈ രീതിയിൽ അല്ലെങ്കിൽ അവൻ എന്നോട് മുഴുവൻ ശത്രുത. അത് നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കണമെന്ന് അറിയില്ല. അൽമാഷോട് ചോദിച്ചറിയാം. അവൻ എന്റെ ഒപ്പം ഈ ശശിക്ക് നമ്മൾ തമ്മിൽ ഒരിക്കൽ പോലും ഫോണിൽ സംസാരിക്കാത്ത ആളാ. അത് നിങ്ങൾ പറഞ്ഞത്രത്തോളം വിശ്വസിക്കുന്ന എനിക്കറിയത്തില്ല. അതായത് അവന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവൻ ഈ പഴയ സ്കൂളുകൾ 1-ാം റാങ്ക് എത്തേണ്ട ആൾക്കാരില്ല 50 മേടിക്കാനായിട്ട്. അപ്പൊ അവരുടെ ഒരു വിചാരം അടുത്തവന് 50-49 കിട്ടാവുള്ളൂ, എനിക്ക് മാത്രമേ 50 കിട്ടാവുള്ളൂ. ഈ പഴയ സ്കൂളിലെ കുതിരിപ്പ് ആൾക്കാരല്ലേ. അവൻ അങ്ങനത്തെ ഒരുത്തനാ. ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചെയ്തതിനേക്കാളും കേസെടുക്കണം, എഫ്ഐആർ ഇടണം എന്ന് പറഞ്ഞിട്ടുള്ള വർഷം കൊണ്ട് വിവിധ മേഖലകളിൽ പോലീസിംഗ് ചെയ്തു വെച്ചതിനൊപ്പം ഈ 57-58 വയസ്സുള്ളവന് ഓടിയെത്തത്തില്ല. കാരണം എന്റെ വയസ്സെന്ന് 31 ഉള്ളൂ, ഇവന് 57ആയി. അതിന്റെ ഒരു വ്യത്യാസമാണല്ലോ. അപ്പൊ ഇവനെന്തുമായി? അപ്പം ഈ ചെയ്തു വെച്ചവൻ ചെയ്തതെല്ലാം മോശമാണെന്നുള്ള സ്ഥാനത്തിൽ സംസാരിച്ചില്ല. അപ്പൊ ഇവൻ കൂടെയുള്ള പോലീസുകാരോടും SI-മാരോടും CA-മാരോടും DYSP-മാരോടും എല്ലാം എന്റെ കുറ്റം പറയുക. മുകളിലോട്ടുള്ള ഇവന്റെ അടുപ്പക്കാരോടും വിളിച്ചു പറയും, ഇവന്റെ ബാച്ചുകാരോടും വിളിച്ചു പറയാ അയാൾ ചെയ്ത് ശരിയല്ല, ഞാനാണ് ഇപ്പൊ ചെയ്തത്, ഞാനാണ് ഇപ്പൊ മണ്ണ് പിടിക്കുന്നത്, ഞാനാണ് കല്ല് പിടിക്കുന്നത്, അയാളതൊന്നും പിടിച്ചില്ല. അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് മോശമാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അയാളുടെ അടുത്താണ് ഈ സാധനം കിട്ടിയിരിക്കുന്നത്. അപ്പൊ MLA ഉദ്ദേശിക്കുന്ന അതേപോലെ ഒരു 4-5 ദിവസം മുമ്പ് ഒരാളോട് പറഞ്ഞതേ കണ്ടില്ലേ, വയനാട്ടില് ഉരുൾപൊട്ടലുണ്ടായി. ഞാൻ മലപ്പുറത്തുള്ളതുകൊണ്ടാണ് ഉരുൾപൊട്ടൽ ഇവിടെ ഇല്ലാതിരുന്നത്. ഞാൻ അനങ്ങാൻ സമ്മതിച്ചിട്ടില്ല. അത് ഇങ്ങനെ എന്താ പറഞ്ഞ ഈ ശുദ്ധം ദുഷ്ടന്റെ ഫലം ചെയ്യുന്നോ അല്ലെങ്കിൽ ഈ പൊട്ടന്നോ എങ്ങനെ വേണേലും ഇതിനെ വിളിക്കാം. പക്ഷെ ഇവന്റെ ആകെ ബലം എന്ന് പറഞ്ഞത് ADG എല്ലാന്റെ MR അജിത് കുമാർ സാറ് സപ്പോർട്ട് ചെയ്യുന്നതല്ലാതെ ഇവന് വേറെ ഒരു ബലവും ഒരു തേങ്ങയില്ല. അപ്പൊ അങ്ങേര് ശക്തനായി നിൽക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് ഇവനിങ്ങനെ നിന്ന് പോകണം. അല്ലെ ഇവനെ എന്നേ ആൾക്കാർ ഓടിച്ചത്. ഇവനെ പാലക്കാട് ജില്ലയിൽ അവിടുത്തെ പോലീസുകാർ കേട്ടിട്ടില്ലായിരുന്നു DYSP വരെ, ഇവൻ APS SP ആയിട്ട് വരെ. കൺഫേർഡ് SP എന്ന നിലക്കിലെ ഈഗോ അദ്ദേഹത്തിന് നല്ലോണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ, അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ട് IPS-കാരെ മുഴുവൻ കുറ്റം പറയുക. സത്യത്തിൽ ഇതിന്റെ അകത്ത് ഈ IPS അസോസിയേഷനെ പറ്റിയ പാകപ്പിഴെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇതൊന്നും അറിയത്തില്ല. ഇവര് ശരിക്കും ഡയറക്ട് IPS-കാരെ ഇഷ്ടമല്ല. കാരണം ആ പ്രൊമോട്ട് ചെയ്തതായിട്ടുള്ള വ്യത്യാസമുണ്ട്. അസോസിയേഷൻ IPS അസോസിയേഷൻ ഇങ്ങനെ ഒരു പരാതി ഈ MLA-യുടെ ഒരു ബൈറ്റിന്റെ ഒരു ചെറിയ ഭാഗം ഇവര് തെറ്റിദ്ധരിച്ചു. അതായത് ഒരു ചെറിയ ഭാഗത്തിലെങ്ങാണ്ട് ഈ IPS-കാരെന്ന് പറഞ്ഞ എന്തോ ഒരു ജനറൽ ആകുന്ന സ്റ്റേറ്റ്മെന്റിൽ എന്തോ ഒരു സാധനം എവിടെയില്ല നിങ്ങൾ പറഞ്ഞ MLA. പക്ഷേ ഈ കേൾക്കുന്നവൻ പറയുന്ന ആളുടെ ഉദ്ദേശമല്ലല്ലോ കേൾക്കുന്ന ആൾക്ക് തോന്നുന്നത്. അപ്പൊ ഇവർക്ക് അങ്ങനെ തോന്നി. അതിന്റെ പേരിൽ കുറച്ച് ആൾക്കാർ മറ്റേ ഈ കാള പറ്റുന്ന കെട്ടപ്പോഴെ കയറെടുത്തിറങ്ങി. എന്നിട്ട് ആ റെസൊല്യൂഷനും പാസ്സാക്കി, നാണവും കെട്ടു, MLA മാപ്പ് വിട്ടു. ഇപ്പം പുറത്തിറങ്ങി തുണിയിടാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. KPA അസോസിയേഷൻ തിരിച്ചും പറഞ്ഞു. നാറി നാറ്റക്കേസായിട്ടിരിക്കും. ഒരാവശ്യമില്ലായിരുന്നു ഒരു പ്രൊമോട്ടിക്ക് വേണ്ടി രക്ഷിക്കുന്നത്. കാരണം ഈ പ്രൊമോട്ടിമാർക്ക് ഈ ഡയറക്ട് IPS-കാരോട് യാതൊരു താല്പര്യമില്ല. എസ്പെഷ്യലി ഇവന്. കാരണം ഇവന് ഈ ഭയങ്കര ഞാനാണ് 1-ാം റാങ്കുകാരൻ, ഞാൻ മറ്റേ ചായ പോലും കുടിക്കില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നാട്ടുകാരെ പറ്റി നടക്കല്ലേ. അതിപ്പോ പുള്ളി SP നിങ്ങൾ ഇവിടെ 3 വർഷം വർക്ക് ചെയ്ത സമയത്ത് ഉണ്ടായ പെർഫോമൻസിന്റെ മേലെ പോകണം. അതിലേറെ FIR വേണം, അതിലേറെ പെറ്റി കേസ് വേണം, അതിലേറെ മണ്ണ് പിടിക്കണം. ഞാൻ 84 ബെഞ്ച് മാർക്കിലെ ബേസിക് പോലീസിംഗ് ചെയ്തു വെച്ചേ. ഇവൻ അതല്ലാതെ ആകെ FIR കൂട്ടാനും മണ്ണുവണ്ടി പിടിക്കാനായിട്ടും ഞാൻ എനിക്ക് വളരെ കൃത്യമായി എന്റെ നയം വളരെ വ്യക്തമായിരുന്നു. കരിങ്കൽ കാറിക്ക് നയം വളരെ വ്യക്തമാണ്. കൃത്യമായി ലൈസൻസിങ് ഉണ്ട്. അതിന് ലൈസൻസ് ഇല്ലാത്തതിനെ നോക്കുക. ചെങ്കല്ലിന് നമുക്ക് നെല്ലും പതിരും വേർപെടുത്താൻ പറ്റില്ല. കാരണം ജില്ലയിൽ ആകെ ലൈസൻസ് ഉള്ള പണ്ടുകാലത്ത് ഏതോ ഒരു ഒരെണ്ണമാണ്. വേറെ ആർക്കും ലൈസൻസ് ഇല്ല. നെല്ലും പതിരും വേർതിരിക്കാനേ വരത്തുള്ളൂ. മണ്ണിടിഞ്ഞ് മലയിടിഞ്ഞ് താഴെയുള്ളവർ മരിച്ചു പോകും. അല്ലെങ്കിൽ ഒരാളുടെ പറമ്പിൽ ഗുണ്ടായിസം കാണിച്ച് കയറി ഒരു പ്രൊഫഷണലായി കയറി വെട്ടുക. അത് നാട്ടുകാർക്ക് ഭയങ്കരമായ പരാതി. വെള്ളപ്പൊക്കത്തിലോ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോഴോ ഞങ്ങളുടെ വീട് നശിക്കുന്നു പറയുന്നവര്. അങ്ങനെയുള്ള പരാതികളെ SP വെരിഫൈ ചെയ്ത് നന്മയുണ്ടെങ്കിൽ നടപടി. ഹലോ
വന്നു തോന്നുന്നു. കോള് വന്നു, ഞാനത് റിജക്ട് ചെയ്തപ്പോൾ ആക്സെപ്റ്റ് ബട്ടൺ ആയിപ്പോയി. അപ്പം ഞാനത് നെല്ലും പതിരും വേർതിരിച്ച് പിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ മണ്ണാണെങ്കിൽ ലൈഫ് മിഷൻ പിടിക്കുന്ന ലൈഫ് മിഷനിൽ പോകുന്ന ഒരൊറ്റ വണ്ടി പിടിക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇയാൾ ലൈഫ് പിടിക്കുന്നതാണ്. ലൈഫ് അതായത് ഭ്രാന്താണ്. അത് നിങ്ങൾ മാറ്റാത്തത് എന്റെ കുറ്റമല്ല. അല്ല, അവിടെയാണല്ലോ പ്രശ്നം ഉണ്ടായത്. SP അതായത് അമരമ്പലം പഞ്ചായത്തില് 827 വീടോ എന്തോ ആണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ നമ്മൾ പണം വെച്ചത്. സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ വീട് ഉള്ളതിന് സ്റ്റേറ്റിന്റെ അവാർഡ് വാങ്ങിയ പഞ്ചായത്ത് നിലമ്പൂരില്. അവിടെ ആ മുറ്റത്തുനിന്ന് മണ്ണിടാൻ സമ്മതിക്കില്ലെന്ന്. എന്നിട്ട് ഞാൻ തലക്കസുഖം. ഞാൻ ഇതിന് എന്താ പറയുക, ഒരു പോലീസ് ഒരു SP ഇരുന്നിട്ട് ഇങ്ങനെ ചാടിക്കുമ്പോ അതിന് തലക്കസുഖം എന്നല്ലാതെ ഞാൻ അതിനെ കുറച്ച് എന്താ അതിന് മിനിമം പറയാനുള്ള പറ്റും എനിക്ക്. അവിടെ അല്ല, ആ ഒരു ഫൈറ്റിലല്ലേ തുടങ്ങിയത്. ഞാൻ പിന്നെ പാർക്കിലെ കേസ് പറയാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരാളെ കുറിച്ച് നമ്മൾ അഭിപ്രായം പറയുമ്പോ എന്റെ അനുഭവം എനിക്ക് പറയാലോ. അതെ 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 8 മാസമായി. ഒറ്റ കാര്യമുള്ളൂ, എനിക്കറിയത്തില്ല നിങ്ങൾ ADG ലോ ആൻഡ് ഓർഡറുമായിട്ട് എങ്ങനെയാണ് റിലേഷൻഷിപ്പ് എന്നുള്ളത്. അങ്ങനെയാണ് ഇയാൾ സപ്പോർട്ട് ചെയ്യുന്ന ഈ കേരള പോലീസിലെ ഒരേ ഒരു വ്യക്തി അന്മാർ രജികുമാർ. പണ്ട് പരിചയമുള്ള ആളായിരിക്കും. അയാൾ എന്തിനാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. അല്ല, എംആറിന്റെ കാര്യം SP-ക്ക് അറിയില്ലേ? ഇപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞില്ല സാജൻ സ്കറിയന്റെ കാര്യം. സർവശക്തനാണല്ലോ. അല്ല, അതായിക്കോട്ടെ, അത് അതിലേറെ വലിയ സർവശക്തൻ മോളിലുണ്ടല്ലോ, നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. അതെ 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 അതിനപ്പുറം ആരുമില്ലല്ലോ. അതെ അതെ തീർച്ചയായിട്ടും. അതായത് ഈ സാജൻ സ്കറിയയുടെ കേസിൽ, മറുനാടൻ മലയാളിയുടെ കേസിൽ ഇപ്പൊ ഞാൻ അന്ന് സംസാരിച്ചല്ലോ. അതിൽ എന്താണ് നമ്മുടെ ഇലക്ട്രോണിക്സ് ആക്ടില് 2000 കമ്മ്യൂണിക്കേഷൻ ആക്ടില് ഈ പറയുന്ന 66F അട്രാക്ട് ചെയ്യുമെന്ന് പ്രോസിക്യൂഷൻ ലീഗൽ ഒപ്പീനിയൻ കൊടുത്ത പോലീസ് ചോദിച്ചിട്ട് അത് വന്നു കഴിഞ്ഞാൽ അത് ടെററിസാണ്, 14 കൊല്ലത്തെ ഇംപ്രീസ്മെന്റ് ആണ്, ജാമ്യമില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചിട്ടുണ്ടാവും എനിക്കറിയാം. അപ്പോ ഈ വിഷയം വന്നപ്പോ ഈ ചങ്ങാതിക്ക് നല്ല വരുമാനം ഉണ്ടല്ലോ. ഞാൻ കേട്ട വിവരാണ്, കേട്ടതല്ല, അത് ആൾമോസ്റ്റ് നമ്മൾ SP-ക്ക് അറിയുന്നുണ്ടാവും. ഈ സാജൻ സ്കറിയയുടെ ആളുകള് ഇദ്ദേഹത്തെ ബന്ധപ്പെട്ടിട്ട് 2 കോടി രൂപയാണ് ഓഫർ ചെയ്തത് MR അജിത് കുമാറിന്. നിങ്ങളത് കേട്ടിട്ടില്ലേ? ഇപ്പൊ അതിലൊരു പ്രശ്നം നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് 1.5 കോടി, ആദ്യം 1 കോടി കൊടുത്തു, പിന്നെ 50 ലക്ഷം കൊടുത്തു. ഇപ്പൊ ആ 50 ലക്ഷം 3 മാസം സമയം പറഞ്ഞതായിരുന്നു. അതിപ്പം 6 മാസമായി, 8 മാസമായി, 10 മാസമായി ആ പൈസ കൊടുത്തിട്ടില്ല. ആ ഒരു ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അത് SP-ക്ക് അറിയോ? അതെനിക്കറിയില്ല കേട്ടോ. പക്ഷെ ഇദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിസാറിന്റെ സ്വന്തം ആളാണല്ലോ. അതൊന്നും ഇപ്പൊ ശശിസാറൊന്നും ഇപ്പൊ ഈ പൈസ വാങ്ങുന്ന അറിയില്ലല്ലോ. ഇങ്ങനെ അതറിയില്ല, അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹത്തിന് ഒന്നും അറിയില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ഈ MR-ന്റെ മുഴുവൻ ബന്ധങ്ങളും ബിസിനസ്സുകാരായിട്ടാണ്, ഫുൾ ഫ്രണ്ട്സ് ബിസിനസ്സുകാരാണ്. അതറിയില്ല നിങ്ങൾക്ക്? നിങ്ങളിപ്പോ കുറെ കാലം അദ്ദേഹത്തിന് കീഴിൽ നിന്നതല്ലേ? അദ്ദേഹത്തിന് തൃശ്ശൂർ റൂറലായത് ഭാര്യ വീട്ടുണ്ട്, അവിടെ കുറെ ബിസിനസ് പരിപാടികളൊക്കെ ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. പലരും തമിഴ്നാട്ടിൽ ബിസിനസ് ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇതൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ ഈ ഗവൺമെന്റിന് ഇത്രയും ഇൻട്രസ്റ്റ് ഉണ്ടായ, ഈ നാട്ടിൽ ഇത്രയും വർഗീയ വിദ്വേഷം കത്തിപ്പരിച്ച് അവന്റെ അടുത്തുനിന്ന് കാശ് വാങ്ങിയാൽ പിന്നെ എങ്ങനെയാ ഈ കാര്യങ്ങൾ നടക്കുക? അല്ല, ഇപ്പൊ ഇങ്ങനെ ന്യൂസേ നിങ്ങൾ കേട്ടിട്ടില്ല? അല്ല, ഇയാൾ ഈ കാശ് മേടിച്ച കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഞാൻ അവിടെ നിന്ന് പോയ മാനസികാവസ്ഥയിൽ ഞാൻ ഇതൊന്നും ഫോളോ അപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റപ്പിലല്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ ആ കേസിൽ ഞാൻ അങ്ങ് ഒതുങ്ങിക്കൂടി. നിങ്ങളൊന്ന് വിളിച്ചന്വേഷിച്ച് നോക്കും, നിങ്ങൾ ആളുകളുണ്ടല്ലോ ഇഷ്ടംപോലെ. മനസ്സിലാവും. ഞാൻ ഈ കഴിഞ്ഞ 8-9 മാസത്തില് ആന്റി ടെററിസ്റ്റ് കോഡിൽ ബേസിക് കാര്യങ്ങൾ ചെയ്തിരിക്കുകയെന്നല്ലാതെ, കുറച്ച് മാവോയിസ്റ്റുകളെ പിടിച്ചെന്നല്ലാതെ ഞാൻ ഈ യുവമാർ എന്തെങ്കിലും കാണിക്കുകയോ സംസാരിക്കുകയോ ഒരു ഇതും പോയിട്ടില്ല. ഇതിപ്പം യുവമാരായിട്ട് സജസ്റ്റ് ചെയ്തിട്ടല്ലേ എന്നോട്. ഈ MR അജിത് കുമാർ അല്ലേ ഇപ്പം ഈ ശശിനെ സപ്പോർട്ട് ചെയ്യുന്നത്? അതെ, ഒറ്റ ഒരാളേ ഉള്ളൂ, MR അജിത് കുമാർ. ദാറ്റ്സ് ഓൺലി പേഴ്സൺ. അപ്പം പുള്ളിയുടെ ഇൻട്രസ്റ്റ് എന്താ? ഈ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങള്. പുള്ളിയുടെ ഫ്രണ്ട്സ് ഒക്കെ ബിസിനസ് സർക്കിളിൽ പെട്ട ആളുകളാണ്. ഇയാള് പണ്ട് പാലക്കാട് SP ആയിരുന്ന സമയത്ത് ഇയാൾ SI ആയിരുന്നു. ഇയാള് ബാക്കിയുള്ളവരുടെ നീതി ന്യായം പറഞ്ഞാൽ MR അജിത് കുമാർ ഒരു സ്ഥാനം വിളിച്ചു പറഞ്ഞാൽ എന്തും ചെയ്യും. അത് തല്ലാൻ പറഞ്ഞാൽ തല്ലും, കൊല്ലാൻ പറഞ്ഞാൽ കൊല്ലും. അടിമക്കണ്ണാണ്. അതുകൊണ്ടാണ് അവിടെ ഇരുത്തിയിരിക്കുന്നത്. ആ ഒറ്റ കയറഫിലായിരിക്കുന്നത്. ഒറ്റ കയറഫിൽ. കാരണം ഇയാൾ പണ്ട് തൃശ്ശൂരായി റേഞ്ച് ആയിരുന്നു 3-4 വർഷം. അന്ന് അപ്പം ആ ബന്ധങ്ങൾ മലപ്പുറത്തുണ്ട്. അപ്പൊ മലപ്പുറത്തിന്റെ എല്ലാ കൊട്ടേഷൻസും ശശി ഇരിക്കുന്നതുകൊണ്ട് ശശി ഒന്നും മൈൻഡ് ആകത്തില്ല. ശശി നീതി ന്യായവും മറ്റതൊക്കെ പറഞ്ഞാൽ MR ഒരു സാധനം വിളിച്ചാൽ പിന്നെ ആ ഏയിലോട്ട് പോകത്തില്ല. അപ്പൊ മലപ്പുറത്തെ എല്ലാ
ഓപ്പറേഷൻ നടന്നു പോകും. അതൊക്കെ കുമാറിന്റെ നീതിയാണ് ശശിന്റെ നീതി. അല്ലാതെ വേറെ നീതിയൊന്നുമില്ല. അപ്പൊ SP കുമാർ ഇപ്പൊ അറിയാലോ MR അജിത് കുമാർ എങ്ങനെയാന്നുള്ളത് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ. അതെ, നിങ്ങളെ അനുഭവങ്ങൾ നിങ്ങൾക്കറിയാലോ അദ്ദേഹത്തിന്റെ ലൈൻ ഓഫ് ഓപ്പറേഷൻ എന്താന്നുള്ളത്. ഭയങ്കര ക്രൂരനായ മനുഷ്യനാണ് കേട്ടോ. എനിക്ക് പേര് വിജയൻ സാറ് നശിപ്പിച്ചു വെച്ചത് അയാൾ ഇട്ടെടുത്തന. അതുകൊണ്ട് നമുക്ക് അയാളെ പേര് കേൾക്കുമ്പോൾ സാറാണ് മുഖ്യമന്ത്രിയല്ലേ ഉദ്ദേശിച്ചത്? ഒരു തർക്കമില്ല നിങ്ങളെ പറഞ്ഞു. അതേത് മാത്രമല്ല പി വിജയൻ വിജയനെ സസ്പെൻഡ് ചെയ്തിട്ട് നശിപ്പിച്ച് വെച്ചേക്കണം മുഴുവൻ ഇയാളെടുത്തന. ഇനിയും ചില ആളുകൾ വരാനുണ്ട്. ഈ ഗവൺമെന്റിനെ കുളം തോണ്ടിക്കാൻ എത്ര ദിവസമായിട്ട് ഞാൻ ആലോചിക്കുന്നത് 3-5 ദിവസമായില്ലേ എന്തേത് പ്രതിപക്ഷം ഏറ്റെടുക്കാത്തത്? ഈ പിണറായി അങ്ങനെ മാന്തി തിന്നിരുന്ന പ്രതിപക്ഷം എവിടെ? ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു തെളിവ്, അല്ലെങ്കിൽ ഒരു വാർത്ത, ഒരു ഫോൺ കോള് ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വിട്ടിട്ട് എവിടെ പ്രതിപക്ഷം? എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇല്ലാത്തത്? അവരെ ഉള്ളിലൂടെ സഹായിക്കുന്നവന്റെ നെഞ്ചത്തേക്കാ ഇത് പോണത്. ഇവിടുത്തെ പ്രതിപക്ഷത്തെക്കാളും ശക്തമാണ് MR അജിത് കുമാറും ടീമും. അവരാണ് ഈ ഗവൺമെന്റ് നശിപ്പിച്ചത്. അവരാണ് ഈ പാർട്ടി നശിപ്പിക്കാൻ നോക്കുന്നത്. പല സ്ഥലങ്ങളിലും പല കേസുകളിലും ഇതില് ഈ പറയുന്ന പാർട്ടി പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കി പാർട്ടിക്ക് ആളെ കിട്ടാത്ത അവസ്ഥയിലേക്ക് പോവല്ലേ പ്രവർത്തിക്കാൻ? എന്താ അരീക്കോട് പോയിട്ട് നിങ്ങളൊന്ന് അന്വേഷിക്കൂ പാർട്ടി പ്രവർത്തകരോട് അവരുടെ മാനസികാവസ്ഥ. എന്തിനു വേണ്ടിയാ 10-18 ദിവസം അവർ ജയിലിൽ കിടന്നത്? ഈ ഗവൺമെന്റിന്റെ പ്രധാനമായ ഒരു പരിപാടിയായിരുന്നു നവകേരള സദസ്സ്. ആ സദസ്സ് കലക്കാൻ വന്നവനെ പിടിച്ചു മാറ്റിയതിന് കളവ് കേസിൽ പ്രതിയാക്കി. നിങ്ങൾ FIR ഒക്കെ ഒന്ന് വായിക്കണം, ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇരുമ്പ് റിങ് കൊണ്ട് ഇടിച്ചു. എങ്ങനെ? എന്താ ഇരുമ്പ് റിങ്? മോതിരത്തിന് ഈ പറയുന്ന ശശിധരന്റെ പോലീസ് ഇട്ടിരിക്കുന്നത് ഇരുമ്പ് റിങ് കൊണ്ട് ഇടിച്ചു എന്നാ. പിന്നെ അതിൽ വിചിത്രമായൊരു സംഗതി ഉണ്ട്. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു FIR പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. വാദിയും സുഹൃത്തും. റിമാൻഡ് FIR നോക്കിയ സുഹൃത്ത് പേര് പെട്ടെന്ന് അറിയാൻ പറ്റില്ലാണ്. റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തതിലും വാദിയും സുഹൃത്തും. ആരാ സുഹൃത്ത്? ആരും ആവാം. ഏറ്റവും സ്ട്രോങ് ആയിട്ട് പിണറായിക്ക് എതിരാൻ പറ്റുന്ന ഒരാൾ അന്നാണ് കൊണ്ടെടുത്തും ഇതാണ് ആ സുഹൃത്ത് എന്ന് പറയും. കേരളത്തിന്റെ പോലീസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെടുത്ത് വായിക്കാൻ എൻ്റെ ഫേസ്ബുക്കിലുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നല്ല. FIR എടുത്ത് വായിക്ക്, റിമാൻഡ് റിപ്പോർട്ട് നിങ്ങൾ വായിക്ക്. പ്രതികളെ അവർ കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ട് അവരെ റിമാൻഡ് ചെയ്യാൻ കൊണ്ടുപോകും. പോലീസ് മജിസ്ട്രേറ്റിന് കൊടുക്കുന്ന റിപ്പോർട്ടാണ് ഈ പറയുന്ന എന്ത് കാരണത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് റിമാൻഡ് റിപ്പോർട്ട്. അതിലാണ് ഈ പറയുന്നത്. റിങ് കൊണ്ട് ഇടിച്ചു, അങ്ങോട്ടാക്കി, അതൊക്കെ പോട്ടെ. ഈ പറയുന്ന എന്തോ ഒരു പേര് പറയുന്നുണ്ട് അവന്റെ, ഈ യൂട്യൂബർ, അവനും സുഹൃത്തുന്ന്. സംഭവം നടന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടാ ഈ കുട്ടികൾ സറണ്ടർ ആവുന്നത്. അപ്പോഴും സുഹൃത്തിന്റെ പേരറിയില്ല. എന്താ കാരണം? ഒരാളെ കിട്ടിയിട്ടില്ല അത് പറയാൻ. അപ്പൊ MR അജിത് കുമാർ ആളുണ്ടാക്കി കൊടുക്കും. അവനിവിടെയൊക്കെ ഇഷ്ടം പോലെ ആളുണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പൊ ഇത് ഒന്നും കൂടി എക്സാജറേറ്റ് ചെയ്ത് കോടതിയിൽ പറയാൻ പറ്റുന്ന ഒരു സാക്ഷിയെ അവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ കാത്തിരിക്കായി പോലീസ്. എന്നിട്ട് ഞാൻ ഉണ്ടായിരിക്കണോ? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.